ശുശ്രൂഷയിലുടനീളം ദിവ്യമായ ദർശനമേകി ഞങ്ങളെ ആശീർവദിക്കും തന്നെ. ആമീൻ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന 367 ഗീതം പാടാം. 367. Ninde karam kari pana
എല്ലാവർക്കും ഇരിക്കാം. വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. ഒന്നാമത്തെ പാഠഭാഗം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാമത്തെ മൊഴിക്കായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ. ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ച് പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. ആമേൻ. തലകൾ വണക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മാനവരാശിയുടെ പാപോദ്ധാരകനായി കാൽവരി കൊലമരത്തിൽ മരിച്ച ഞങ്ങളുടെ അരുമനാഥനായ പിതാവേയും അങ്ങയുടെ ക്രൂശിൻ്റെ അനുഭവങ്ങളെ ധ്യാനിപ്പാനും ക്രൂശിൽ അങ്ങ് മൊഴിഞ്ഞ മൊഴികളെ ധ്യാനിപ്പാനും അടിയങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. 2000 വർഷം കൊണ്ട് ഞങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാണ്. ഇപ്പോഴും അത് പരിപൂർണതയിലെത്തിക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. അത്രയേറെ ആഴമേറിയ ഈ മർമ്മങ്ങൾ ഞങ്ങളുടെ ജീവിത പാഠങ്ങളാക്കി അങ്ങ് മാറ്റുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മൊഴി ധ്യാനയോഗത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ മുതൽ ഈ ശുശ്രൂഷയിൽ നാം ആയിരിക്കുന്നുവല്ലോ. രാവിലത്തെ ആരാധന കഴിഞ്ഞ പരിശുവയ്ക്കൽ സഭയിലൊരു ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുകയായിരുന്നു. 2 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. മൊഴികളുടെ ധ്യാനമാണ്, 7 മൊഴികളും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. 10 മുതൽ 12 വരെ ഏകദേശം എനിക്ക് തോന്നുന്നു 1000-ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. വലിയ പള്ളിയാണ്. അവിടെ കണ്ടത് രാവിലെ മുതൽ 9 മണിക്ക് തുടങ്ങിയ ആരാധന അവസാനിക്കുന്നവരെ ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭൂരിഭാഗം പേരൊന്നും കഴിച്ചിട്ടില്ല. വളരെ ശ്രദ്ധയോടെ അമ്മമാർ, വളരെ വയസ്സായ ആളുകൾ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഈ മൊഴികൾ വളരെ കണ്ണുനീരോടെ ധ്യാനിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ അതിശയമാണ് തോന്നിയത്. ഇന്ന് രാവിലെ ഞാൻ കണ്ട മറ്റൊരു കാഴ്ച, ഏകദേശം 15,000-ഓളം പേര് വരും. പാളയം RC ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് റോഡിലാണ് ആരാധന നടക്കുന്നത്. ആ പള്ളിയുടെ മുൻഭാഗത്താണ് ആരാധന. റോഡിലാണ് ആൾ നിൽക്കുന്നത്. മൊത്തം ബ്ലോക്ക് ചെയ്ത 15,000-ലധികം ആൾ വരും. ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് പോലീസുകാരുണ്ട്. ഒത്തിരി പേര് ഈ ആരാധനയുടെ ഭാഗമാകുന്നു. കോവിഡ് കാലത്തെയാണ് ഞാൻ ആ സമയത്ത് ഓർത്തത്. ആലയത്തിൽ പോലും വരാൻ നിവൃത്തിയില്ലാതെ ഓൺലൈൻ വഴി തിരുവത്താഴം നടത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. വീട്ടിൽ ഞാൻ വാഴ്ത്തുമ്പോൾ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ വാഴ്ത്തി കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഏറെ മാറി ചില ദിവസങ്ങൾ പിന്നിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിപ്പാനും കഴിയുന്നത് വലിയൊരു ഭാഗ്യമായി കാണുകയാണ്. ഈ വലിയ ശുശ്രൂഷ നിസ്സാരപ്പെട്ട ഒന്നല്ല. യേശുവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങൾ പരിസമാപ്തിക്ക് വരുത്തുന്നത് കാൽവരി ക്രൂശിലെ ക്രൂശീകരണത്തോടു കൂടിയാണ്. യഹൂദ ജനതയും പുരോഹിത പ്രമാണികളും അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റത്തിന് പീലാത്തോസ് നൽകിയ ശിക്ഷയായിരുന്നു ക്രൂശുമരണം. ദൈവദൂഷണം പറഞ്ഞുവെന്ന് ആർപ്പ് വിളിച്ച ഒരു ആഴ്ചയ്ക്ക് മുമ്പ് ഹോശന്ന എന്ന് വിളിച്ച ജനം ക്രൂശിക്ക എന്ന് വിളിക്കുകയാണ്. അത് കേട്ട ഒരു അധമ ഭരണാധിപൻ, ആ വാക്ക് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും,
അതിനനുസരിച്ച് ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനിൽ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല. 3 കോടതികളിൽ 4 പ്രാവശ്യം വിസ്തരിച്ചു. ഒരു കുറ്റവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അതിൽ ഹെരോദിയ എന്ന മനുഷ്യൻ കോമാളിയെപ്പോലെയാണ് കണ്ടത്. അദ്ദേഹത്തെ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. എന്തെങ്കിലും കർത്താവ് അതിശയമൊക്കെ കാണിക്കും, അതൊക്കെ കാണാമെന്ന് ചിന്തിച്ചു. ഇതിനിടയിൽ ചിലരൊക്കെ സുഹൃത്തുക്കളായി. അതുവരെയും പിണങ്ങിയിരുന്ന പല ഭരണാധിപന്മാരും യേശുവിൻ്റെ മരണത്തോടുകൂടി കൂട്ടുകാരായി. ചില ഗൂഢ പദ്ധതികളൊക്കെ നടന്നത് നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. കൂട്ടുകച്ചവടം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്ന ആളുകളെ എടുത്തത് നമ്മൾ കാണുന്നു. ഇന്ന് ഇറാനിലും ഗാസയിലേക്ക് കാണുന്ന ആ കൊച്ചു കൊച്ചു പണികൾ ചെയ്ത തൻ്റെ പക്ഷത്തുണ്ടായിരുന്ന യൂദയെ തന്നെ കൊണ്ടുപോയി അവൻ അവസാനം കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞതാണ് നാം കാണുന്ന യാഥാർത്ഥ്യം. അപ്പോൾ കുറ്റമില്ലാത്തവനെ കൊലക്കെറിഞ്ഞു കൊടുത്ത് കൈ കഴുകുന്ന പീലാത്തോസിൻ്റെ പാരമ്പര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വിചിത്രമായ വിധി എന്നാണ് വേദശാസ്ത്രം വിധി എഴുതുന്നത്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടങ്ങൾക്കായി നീതിയും ന്യായവും ചവിട്ടിമതിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഭരണ നീതിന്യായ വ്യവസ്ഥയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ അന്ത്യത്തിലാണ് തലയോടിടമെന്ന തലയോട്ടിക്കുന്ന എന്ന് പറയുന്ന ഗിരുമകിടത്തിലേക്ക് യേശു വലിയ മരക്കഷ്ണവും വഹിച്ചുകൊണ്ട് അകത്തേക്ക് മുകളിലേക്ക് കയറിപ്പോകും. ചിലർ പറയുന്നത് അതിൻ്റെ നടുവിലുള്ള ആ നെടുംതൂണ് 5 അടിയോളം വരും. അതാണ് ഒരാൾ വഹിച്ചുകൊണ്ട് കയറുന്നത്. അവിടെ തൂണായിട്ടുള്ളത് അവിടെ നിർത്തും. ഇത് തമ്മിൽ ചേർത്ത് കെട്ടുകയോ അതാണി കൊണ്ട് ഉറപ്പിക്കുകയോ ചെയ്താണ് ഇത് മരണമുറയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള മരണമുറ കാർത്തേജ, ഫുനീഷ്യ എന്ന സ്ഥലങ്ങളിലാണ് നടത്തപ്പെടുന്നത്. ഇത് ഒരു ക്രൂരമായ നിന്ദ്യമായ മരണമുറയായി കണക്കാക്കിയിരുന്നു. ഒരാളെ അവിടെ ഇതുപോലെ കൊല ചെയ്യുമ്പോൾ ഏകദേശം 6 മണിക്കൂർ, ചിലർ 7-8 മണിക്കൂർ എടുക്കും. ഇതിനിടയിൽ കഴുക്കൾ വന്നിവരെ കൊത്തി പറിച്ചുകൊണ്ട് പോകും ശരീരഭാഗങ്ങൾ. ചിലർ മരണം കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊത്തിപ്പറിക്കും. ഇവരാരും കൊണ്ടുപോകില്ല. യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ആചാരപ്രകാരം സംസ്കരിക്കാനായിട്ട് കുറച്ച് പേർ യേശുവിനെ കൂടെ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് അവിടെ കിടന്ന് മരിക്കുന്നവരുടെ ശവശരീരങ്ങൾ, തലയോട്ടികൾ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് തലയോട്ടിക്കുന്നാണെന്ന് അറിയപ്പെടുന്നത്. അനേക തലയോടുകൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് പാളയത്തിന് പുറത്തായൊരിടമാണ്. അതായത് നഗരമധ്യത്തിൽ നിന്ന് മാറിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏറെ പാർശ്വവൽക്കരിക്കപ്പെട്ട, ആർക്കും വേണ്ടാത്ത ആളുകളെ കൊല ചെയ്യുന്ന ഇടത്തേക്ക് അരിമനാഥനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ അവരുടെ ഗൂഢതന്ത്രം. കർത്താവിനെ എതിർകൊണ്ട് ക്രൂശിക്കുന്നവരോട് യേശുവെന്ന നാമം തന്നെ ഇല്ലാതെയാക്കുക. കൂടാതെ യേശുവിനെ മാത്രം അവർക്ക് ക്രൂശിച്ചാൽ മതിയായിരുന്നു. പക്ഷെ 2 കള്ളന്മാരെ കൂടെ പിടിച്ചു. യേശുവിനെ ക്രൂശിലിൻ്റെ നടുവിൽ നിർത്തി കള്ളന്മാരുടെ മധ്യത്താക്കി അവനെയും കള്ളനാക്കുവാനുള്ള ഭരണകൂടത്തിൻ്റെ തന്ത്രം നമുക്കിവിടെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ നിരപരാധിയായ യേശുവിനൊപ്പം അധർമ്മികളായ 2 പേരെ ക്രൂശിച്ച അധർമ്മിയാക്കുവാനായി പരിശ്രമിച്ചത് യഥാർത്ഥത്തിൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ക്രൂശിൻ്റെ ഗിരിമകുടം, ക്രൂശ് തൂങ്ങിയാടുന്ന ഗിരിമകുടം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പക്ഷെ ഈ ദിനം തന്നെ ഏറെ പ്രാധാന്യം. പ്രപഞ്ചത്തിൻ്റെ നാഥൻ മനുഷ്യപാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച ദിനം ലോകചരിത്രം 2ആയി വിഭജിക്കപ്പെടുകയാണ്, AD എന്നും BC എന്നും. ഇവിടെ ഈ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഗിരിശൃംഗത്തിൽ നടമാടിയത്, അവിടെ ആ ക്രൂശിൽ നിന്ന് മുഴങ്ങിക്കേട്ടത് നിന്നാ വചസ്സുകളല്ല. സാധാരണ കള്ളന്മാർ വിളിച്ചു പറയുന്നത് ശരിക്കും ചീത്ത വാക്കുകളാകാം, നിന്ദകളാകാം, ആക്രോശങ്ങളാകാം, അവർക്കേറെ ദേഷ്യമാകാം, തങ്ങളെ കൊല്ലുന്നവരോടുള്ള ഏറെ വേദനകളാകാം. പക്ഷേ ഇവിടെ നമ്മൾ കേട്ടത് അതിലുപരി സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ക്ഷമയുടെ 7 മൊഴികളാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്.
പീലാത്തോസിൻ്റെ അരമന മുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ക്രിസ്തു ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞ ആ മൊഴികൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അതാണ് നാം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് വായിച്ചേട്ട ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒന്നാമത്തെ മൊഴി ക്ഷമയുടെ ഉദാത്തമായ മാതൃക കാട്ടിത്തരുന്ന ഒന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നേരത്തെ പറഞ്ഞതുപോലെ പിടയുമ്പോൾ പറയുന്ന വാക്കുകളാണ്. നമുക്കറിയാം, നമുക്ക് ഇച്ചിരി ഒരു ദേഷ്യം വരുമ്പോൾ, ആരെങ്കിലും ദേഷ്യം വരുത്തുമ്പോൾ നമ്മൾ ഇല്ലാത്ത വാക്കുകളൊക്കെ പറയും, ഡിക്ഷണറി ഇല്ലാത്തതും പറയും. ദേഷ്യം വരുമ്പോൾ നമുക്കും പ്രതികരിക്കുക പല തരത്തിലാണ്. പക്ഷെ ഇവിടെ യേശു പൗരോഹിത്യ പ്രാർത്ഥനയാണ് നിർവഹിക്കപ്പെടുന്നത്. ഒരു പുരോഹിതൻ്റെ ശ്രേഷ്ഠത ക്രിസ്തുവിൽ നമുക്കിവിടെ ദർശിപ്പാനായിട്ട് കഴിയും. തന്നെ ക്രൂശിക്കുന്നവരോട്, തന്നെ ഇതുവരെയും വേദനിച്ചവരോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് പൊറുക്കണമേ. മകൻ സ്നേഹപൂർവ്വം പിതാവിനെ വിളിക്കുകയാണ്. വേദനയും മരണവും നൽകിയപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്നേഹം മാത്രം ഒഴിയുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് മറ്റൊരിടത്തും കാണുവാൻ കഴിയുകയില്ല. ഇവിടെ യഥാർത്ഥ ക്ഷമയുടെ ഭാവം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ആരാണ് ഇവർ? ഇവരോട് പൊറുക്കണമേ. ഭക്തി നടിച്ച പരീശന്മാർ, നേതൃത്വത്തിന് ചുക്കാൻ പിടിച്ച യഹൂദന്മാർ, സദൂക്യർ, അവരുടെ കൽപ്പനകൾ അനുസരിച്ച പടയാളികൾ, പ്രേരണ കൊണ്ട് യേശുവിനെ ക്രൂശിക്ക എന്ന ആർത്ത് വിളിച്ച ജനം, പേടികൊണ്ടെല്ലാം അറിയാമായിരുന്നിട്ടും വിധി എഴുതിയ പീലാത്തോസ്, ശിഷ്യന്മാർ, ഓടി ഒളിച്ച ശിഷ്യന്മാർ, യൂദാസ്, യേശുവിനെ ചില്ലറ നാണയത്തുട്ടുകൾക്കായി തള്ളിപ്പറഞ്ഞ, ഒറ്റുകൊടുത്ത യൂദാസ്, തള്ളിപ്പറഞ്ഞ പത്രോസ്, മറ്റ് പുരോഹിതന്മാർ, സഹപ്രവർത്തകർ, ഇവരെയാണ് യേശു ഇവർ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇന്ന് നമ്മെ നോക്കി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഇവരോട് പൊറുക്കണമേ എന്ന്. നാമും ഇതിൽ നിന്ന് വിഭിന്നമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിന് നേരെ അന്യപ്പെട്ടു പോയവർ, ഓടി ഒളിക്കുന്നവർ, വീണ്ടും വീണ്ടും അവനെ ക്രൂശിക്കുന്നവർ, കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് പൊറുക്കണമേ. ക്രൂശിൽ നമ്മൾ കാണുന്നത് തൻ്റെ പഠിപ്പിക്കലുകളുടെ പൂർത്തീകരണമാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ച നിൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ, അയൽക്കാരോട് ക്ഷമിക്കുവാൻ, ക്ഷമയുടെ പാഠങ്ങളാണ് യേശു പഠിപ്പിച്ചത്. 70 വട്ടം ക്ഷമിക്കുവാൻ ഉപദേശിച്ച കർത്താവ് 70 അല്ല, അതിൽ കവിഞ്ഞ ക്ഷമ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് നമുക്കിവിടെ ക്രൂശിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഈ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് കേട്ടിട്ടുണ്ടാകുമോ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവരോട് പൊറുക്കണമേ. നല്ലത് മാത്രമേ കർത്താവ് ചെയ്തിട്ടുള്ളൂ. ഇവർക്കായി ഒരു ദ്രോഹവും കർത്താവ് ചെയ്തിട്ടില്ല. കുരുടന്മാർക്ക് കാഴ്ച നൽകി, മുടന്തന്മാർക്ക് സൗഖ്യമേകി, പാളയത്തിന് പുറത്ത് ഇവർ തന്നെ വലിച്ചെറിഞ്ഞിരുന്നവർക്ക് ജീവിതം നൽകി, ജീവൻ നൽകി, അനേകരെ ചേർത്ത് പിടിച്ചു. പാവപ്പെട്ടവന് ജീവനായ അരുമനാഥനെ ക്രൂശിക്കുവാൻ എന്ത് പാതകമാണ് കർത്താവ് ചെയ്തത്. കുറേ നാൾ കൊണ്ട് പേപ്പറും പെൻസിലുമായി ഇവർ നടക്കുകയാണ് കുറ്റം കണ്ടെത്തുവാനായി. ഇതിനു മുമ്പേ എങ്ങനെയെങ്കിലും കൊല്ലുവാനുള്ള പരിശ്രമങ്ങളുണ്ടായി. വഴുതിമാറി കടന്നുപോയ ക്രിസ്തുദേവനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും കർത്താവിനെ ക്രൂശിപ്പാൻ തക്കം പാർത്തിരുന്നവർക്ക് അതിന് ഉള്ള വഴികൾ തേടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടിയൊക്കെ കൊടുത്ത് കർത്താവിനെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നവർക്ക്. പക്ഷേ അങ്ങനെ അടി കൊടുത്തിട്ടും ഒരു വ്യക്തിക്ക്, ഒരു കുറ്റവാളിക്ക് ഒരു ശിക്ഷയെ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ അതും തീർന്നു, അതും തകർന്നു. നീതിന്യായ വ്യവസ്ഥ പാടെ തള്ളിക്കളയുകയാണ്. അത്രമാത്രം അധമമാരായ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ശിക്ഷ വിധിച്ചു, ചാട്ടവാറിന് അടി കൊടുത്തു. വീണ്ടും ജനം വിളിച്ചപ്പോൾ കയ്യും കഴുകി ഈ കർത്താവിനെ അവർ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് നമ്മൾ കാണുന്ന നീതിന്യായ വ്യവസ്ഥ.
അതുകൊണ്ട് തന്നെ പാടെ സകലവും തകർന്നു. ഈ ഗൂഢലക്ഷ്യമുള്ള ആളുകളുടെ ചെൽപ്പടിക്കു നിൽക്കുന്ന നിയമമായി, വ്യവസ്ഥകളായി, ഭരണ സംവിധാനമായി അവർ കൊല ചെയ്യുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് പൊറുക്കണമേ. കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കണം. ഇവർക്ക് അറിയില്ല, അജ്ഞതയാണ്, അവയർനെസ് ഇല്ല, ഇവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടില്ല. കർത്താവെ പറ്റിപ്പോയതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഇത്രയും കർത്താവ് താഴ്മയോടെ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനയും ഇതാണ്. പലപ്പോഴും തെറ്റ് ചെയ്ത്, നിഗൂഢതകൾ ചെയ്ത്, ക്രൂരതകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനോട് നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന ഇതാകാം, ഇവൻ അറിയില്ല കർത്താവേ, ദൈവമേ പൊറുക്കണമേ എന്ന പ്രാർത്ഥന. പലപ്പോഴും ഇതാണ് അവരുടെ ജീവിതത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ മുറവിളി കൂട്ടുമ്പോൾ അവർ പീലാത്തോസ് കൈ കഴുകുന്നു. അവർ പറഞ്ഞത്, ഇതെൻ്റെ ഞങ്ങളുടെ മേൽ വരട്ടെ, ഞങ്ങളുടെ സന്തതികളുടെ മേൽ വരട്ടെ എന്നാണ്. സ്വയം വിലക്കി വാങ്ങിയത് ഇന്നും തട്ടിൻ്റെ അടിയിൽ കയറി കിടക്കുകയാണ്, പേടിച്ച് കിടക്കുകയാണ്. മിസൈൽ വരുമ്പോൾ ബങ്കറിൻ്റെ അടിയിൽ ഒളിക്കുകയാണ്. കാരണം എന്താ? വിലക്കി വാങ്ങി, വിളിച്ചു വരുത്തിയതാണ് ശാപം. ഇസ്രായേൽ മക്കളോട് നമുക്കെല്ലാം സ്നേഹമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, പക്ഷേ ഇവർ വിളിച്ചു വരുത്തിയത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ സന്തതിയുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞ വഴിയെ പോയ വയ്യാവലിയെ തലയിൽ വലിച്ചു കയറ്റിയ ജനം ഇന്ന് നെട്ടോട്ടം ഓടുകയാണ്. ഹോളോകോസ്റ്റ് നടന്നപ്പോൾ ലക്ഷക്കണക്കിന് യഹൂദന്മാരെയാണ് കൂട്ടക്കുരുതി കൊടുത്തത്. കാരണം എന്താ? ഇവർ ചിതറിപ്പോകുവാൻ, അടിമകളായി തീരുവാൻ, നെട്ടോട്ടമോടുവാൻ കാരണം എന്താ? വഴി അവർ കന്യമല്ലാതിരുന്ന ആ വസ്തുതകൾ പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, വലിയ കൊടിയ പാദം ഇവർക്ക് വരുവാനായിട്ട് പോകുന്നു, ദൈവമേ പൊറുക്കണമേ എന്ന്. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ക്രൂശ് ക്ഷമയുടെ സിംഹാസനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള സാധ്യതയാണ്, സന്നദ്ധതയാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. കൊണ്ട് വിനയത്തോടും താഴ്മയോടും ക്ഷമാശീലമുള്ളവരായി ജീവിപ്പാനുള്ള ആഹ്വാനം നമുക്ക് ലഭ്യമാകുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വിനയാന്യതരായി ക്ഷമയുടെ പാഠം പഠിച്ച് ജീവിക്കുവാൻ സർവശക്തനായി ദൈവം നമുക്ക് കൃപയേകട്ടെ. ആമീൻ. നമുക്ക് ഒരു ചരണം പാടാം. 373-ാമത്തെ പാട്ടിൻ്റെ ചരണം പാടും. അതിനുശേഷം അടുത്ത ഭാഗം വായിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വായനയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വചനങ്ങൾ. ലൂക്കോസ് 23, 39 മുതൽ 43 വരെ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ച്, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, രണ്ടാമത്തെ മൊഴി ധ്യാനിക്കാനായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരട്ടെ. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. കർത്താവേ, മൊഴിയുടെ ചിന്തകൾ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. അതിനനുസൃതമായി ജീവിപ്പാൻ ഞങ്ങൾ കൃപയേകും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രണ്ടാമത്തെ മൊഴിയിലേക്ക് നാം വരികയാണ്. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ലൂക്കോസ് 23-ന്റെ 43-ാമത്തെ വാക്യമാണിത്.
ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. വളരെ വ്യക്തമായി ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടുപേർ യേശുവിൻ്റെ വലത്തും ഇടത്തുമുണ്ട്. അതിൽ ഒരുവൻ പറയുന്നത്, നീ ക്രിസ്തുവല്ലേ, നിന്നെ രക്ഷിച്ച ഞങ്ങളെയും രക്ഷിക്കാൻ കഴിയുമല്ലോ. വളരെയേറെ കർത്താവിനെ അപഹസിക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മറ്റവൻ അവനെ ശാസിക്കുകയാണ്. നമ്മൾ ശിക്ഷാവധിയിലായിരിക്കുകയാണ്, പക്ഷെ കർത്താവോ കുറ്റമില്ലാത്തവനാണ്. അവനെ ശാസിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞ്, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. അവൻ്റെ അവസാനത്തെ പ്രാർത്ഥനയാണിത്. വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് തൻ്റെ അടുത്ത ആയിരിക്കുന്നവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ മൗനത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷാവാഗ്ദാനം ചെയ്ത ക്രിസ്തുദേവനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇതൊരു പ്രത്യാശയുടെ വാഗ്ദാനമാണ്. അവസാന നിമിഷം പശ്ചാത്തപിച്ച കള്ളന് യേശു സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവം ആരെയും കൈവിടില്ല എന്ന വലിയ അടയാളമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ പ്രത്യാശയുണ്ട് എന്ന ബോധ്യം നമുക്കിവിടെ നൽകുകയാണ്. അവസാന നിമിഷത്തിലും മാനസാന്തരം സാധ്യമാണ് എന്ന ബോധ്യം. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ചെറുതല്ല. നമ്മൾ സാധാരണ ചിലരൊക്കെ സ്നാനത്തെക്കുറിച്ചൊക്കെ വാചാലരാകുന്നവരുണ്ട്, പലതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര തർക്കമൊക്കെയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞില്ല, ഡേ നീ പോയി സ്നാനപ്പെട്ടിട്ട് വന്നാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് കർത്താവ് പറഞ്ഞില്ല. ആ നിമിഷം കർത്താവ് ക്രൂശിൽ കിടക്കുന്നവനോട് വേറൊന്നും പറഞ്ഞില്ല. അവൻ്റെ പാപത്തിൻ്റെ ചീട്ട് അവിടെ വെച്ച് കയറി. വലിയ പാതകങ്ങൾ ചെയ്തവരാണ് ഈ രണ്ടുപേരും. അവരെ വലിയൊരു രാജ്യദ്രോഹത്തിന് പിടിക്കപ്പെട്ടവരാണ്. അവരെക്കുറിച്ച് പറയുന്നത്, ഇവർ കലഹമുണ്ടാക്കി പ്രത്യേക ഗ്യാങ് തിരിഞ്ഞ് ആ രാജ്യത്തെ അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കുവാൻ പരിശ്രമിച്ച കള്ളന്മാരുടെ ഗ്യാങ്ങിലുള്ളവരാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റോമാ ഭരണകൂടത്തിന് ദേഷ്യമേറെയുണ്ട്. യേശു വ്യത്യസ്തമായി ഇതുപോലുള്ള തെറ്റ് ചെയ്തു എന്നാണ് അവരുടെ ആരോപണം. പിന്നെ മതമേലാളന്മാർക്ക് വേറെ ആരോപണങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് അവരെ പൂട്ടി ക്രൂശിലൂടെ അവരെ കൊലപ്പെടുത്തുവാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവ് അവരുടെ എല്ലാ പാപങ്ങളും ഒരു നിമിഷം കൊണ്ട് അവൻ്റെ അഭ്യർത്ഥന മാത്രം, അവൻ്റെ പ്രാർത്ഥന മാത്രം അവനെ വിശുദ്ധീകരിച്ച് അവൻ്റെ പാപച്ചീട്ട് കീറി അവന് വിശുദ്ധിയുള്ളവനാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഒരുവൻ പരിഹാസ ശൈലിയിൽ മരിക്കുന്ന അതിന് മുമ്പ് പോലും അവൻ രക്ഷപ്പെടാനായിട്ടുള്ള പരിശ്രമം, അങ്ങനെ നീ ഞങ്ങളെ രക്ഷിക്കുക, കർത്താവിനെ പരിഹസിക്കുകയാണ്. അപ്പോൾ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ പോലും പരിഹാസത്തിൻ്റെ ശരങ്ങളെയുവാൻ പണിപ്പെടുന്നവൻ. പക്ഷേ മറുഭാഗത്ത് ഉള്ള കള്ളനാണെങ്കിൽ യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അവന് രാജ്യത്വമുണ്ടാകുമെന്ന തിരിച്ചറിവ് അവനുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഇവൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകണം. ഒളിച്ച പാത്തും പതുങ്ങിയൊക്കെ യേശുവിനെ കേട്ടിട്ടുണ്ടാകണം. യേശുവിൻ്റെ പ്രസംഗങ്ങൾ അവൻ കേട്ടിട്ടുണ്ടാകും. ആളുകൾ പറഞ്ഞുള്ള അറിവുണ്ട്. കൂടാതെ 6 മണിക്കൂറോളം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ ഈ സമയത്തിനുള്ളവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ രൂപമാറ്റം ഉണ്ടാകുകയാണ്. ക്രിസ്തു തൻ്റെ സാക്ഷ്യത്തിലൂടെ തൻ്റെ ജീവിതം കൊണ്ട് അവന് സാക്ഷ്യമായി മാറുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രൂരതയുടെ കഠിന വേദന കടിച്ച് ഇറക്കുമ്പോൾ പോലും അനുതപിച്ചവനോട് കരുണ തോന്നുവാൻ, അവന് പാപമോചനം നൽകുവാൻ കർത്താവ് ഇവിടെ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. ഇവിടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങളുടെയോ പ്രാധാന്യതയൊന്നും കർത്താവ് കൊടുത്തില്ല. ശ്രദ്ധയോടെ അവൻ്റെ പാപം കീറി അവനെ നല്ല മകനാക്കി മാറ്റുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ്റെ കടം മാറ്റി, അവൻ്റെ പാപക്കടം മാറ്റി അവനെ സ്വതന്ത്രനാക്കി വിടുന്ന അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് മറ്റ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്ന വേളയിൽ അനേക രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന പാർട്ടികളാണ്. അപ്പോൾ അദ്ദേഹം പലയിടങ്ങളിൽ കൂടാരമടിക്കും. അവിടെ പട്ടാളക്കാരെല്ലാം ഉണ്ടാകും. പക്ഷെ ഇതിൽ പലരും അക്ഷമരാണ്, വേദനയുള്ളവരാണ്. ഭവനത്തിൽ പോകാൻ നിവർത്തിയില്ല, കഷ്ടതകളേറെയുണ്ട്. അതെല്ലാം മറന്നാണ് അവർ സൈന്യത്തിൽ പണിയെടുക്കുന്നത്. ഒരു ദിവസം ഈ നെപ്പോളിയൻ മനസ്സുകൾ അറിയണം, ഇവരെങ്ങനെയാണ് തിരിച്ചു കുത്തുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ആ വേഷമൊക്കെ മാറി വേഷപ്രസന്നായി ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ രാത്രിയാണ് ഇദ്ദേഹം നടക്കുന്നത്.
അപ്പോൾ ഒരു വെളിച്ചം കണ്ടു, അവിടേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കത്തെഴുതുകയാണ്. കത്തെഴുതി ഇദ്ദേഹം വരുന്നതിന് പോയി മനുഷ്യൻ ഉറങ്ങിപ്പോയി. കത്തെഴുതി വെച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങി. അതിൻ്റെ വെളിച്ചം കണ്ടാണ് അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ അത് എഴുതിയിരിക്കുന്നു: അല്ലയോ ഭാര്യയെ, മാപ്പ്, ഞാൻ മരിക്കുകയാണ്. എനിക്കിവിടെ ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനമില്ല, ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്ന് തോന്നുന്നു. കൂടാതെ എനിക്ക് ഈ കടം, എൻ്റെ ജീവിതത്തിലെ കടങ്ങൾ വീട്ടുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നാട്ടിൽ വന്നാലും ജീവിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ ഉറങ്ങിപ്പോയി. അവിടെ കിടന്ന് ഉറങ്ങിയാണ്. വെളിച്ചം കണ്ടാണ് ആ മനുഷ്യൻ അവിടെ ചെന്നത്. അപ്പോൾ ഇത് വായിച്ച നെപ്പോളിയൻ അടിയിലൊരു കുറിപ്പ് എഴുതി: നിന്റെ കടമെല്ലാം നെപ്പോളിയൻ കൊടുത്തു തീർക്കുന്നു. അതിനുശേഷം തൻ്റെ മുദ്രമോതിരം കൊണ്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് അദ്ദേഹം കടന്നുപോയി. അതിരാവിലെ വെളിച്ചം വീണപ്പോൾ അദ്ദേഹം ചാടി എഴുന്നിട്ട്, അയ്യോ മരിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഇനി എങ്ങനെ മരിക്കുമെന്ന് കരുതി തൻ്റെ കുറിപ്പ് നോക്കുമ്പോൾ അടിയിൽ എഴുതിയിരിക്കുക: നിന്റെ കടമെല്ലാം ഞാൻ വീട്ടിയിരിക്കുന്നു. നോക്കിയപ്പോൾ ആരാ? സാക്ഷാൽ ചക്രവർത്തിയാണ് കടം എല്ലാം വീട്ടിയിരിക്കുന്നത്. ഇതാ പഠിപ്പിക്കുന്ന പാഠം എന്താ? അപ്പോൾ അവന് ജീവിതത്തിൽ കടം കയറി ഇനി മുമ്പോട്ട് പോകുവാൻ കെൽപ്പില്ലാതെ ഈ മനുഷ്യൻ ആയിരിക്കുമ്പോൾ അവൻ്റെ ജീവിതം തന്നെ ഹോമിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ആ രാജാവ് തന്നെ അവൻ്റെ കടം വീട്ടിയാലോ? ഇവിടെ അതുപോലൊരു ലോട്ടറിയാണ് ഈ മനുഷ്യൻ അടിച്ചിരിക്കുന്നത്. അതുവരെയും പാപം ചെയ്ത് ജീവിച്ചവൻ ക്രിസ്തുവിനെ അടുത്ത് കിട്ടിയത് ക്രൂശിലൂടെയാണ്. ആ മനുഷ്യൻ്റെ ആ ഭാഗ്യമാകാം. അവൻ അടുത്ത യേശുവിനെ കിട്ടിയവൻ ഒരു നിമിഷം അവൻ ചോദിക്കുകയാണ്: നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളുമോ? ഒരു ചോദ്യമാണ്. കർത്താവ് എന്താ പറഞ്ഞു? ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്. എന്താ? അവൻ്റെ പാപത്തിൻ്റെ ചീട്ട് കീറി അവനെ വിമുക്തനാക്കി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുദേവനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്താ ഈ പറുദീസ? പറുദീസ എന്ന് പറയുന്നത് പാരഡൈസ് എന്ന രൂപം പ്രാചീന പേർഷ്യൻ ഭാഷയിലെ പദമാണ്. പെയ്റി ഡൈസ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. എന്ന് പറയുന്നത് മതിലുകളാൽ ചുറ്റപ്പെട്ട ഉദ്യാനം എന്നാണ്, ഗാർഡൻ. ലൂക്കോസ് 23:43 പറയുന്നത് രക്ഷ പ്രാപിച്ച വ്യക്തിയുടെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും മധ്യയുള്ള ആത്മാവിൻ്റെ അഭയസ്ഥാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആത്മാവിൻ്റെ അഭയസ്ഥാനമായി കർത്താവ് അവിടെ പോയി അനേകരോട് സംസാരിച്ചതായിട്ട് പല രേഖകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് ആ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഈ മനുഷ്യനും കൂടെ കാണുമെന്നത് അവന് കിട്ടുന്നൊരു ബോണസാണ്. അതാ ഞാൻ പറഞ്ഞത്, അവന് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ജീവിതം മാറി മറിയുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവൻ്റെ യുഗാന്ത്യ പ്രതീക്ഷയോടുകൂടിയ അഭിവാഞ്ച, അവൻ്റെ ആഗ്രഹമാണ് സാധ്യമായി തീരുന്നത്. അവൻ പറയുന്നത്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ അവനൊരു പ്രതീക്ഷയുണ്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച്. അവസാന നിമിഷമാണെങ്കിൽ അവസാനത്തെ കച്ചിത്തുരുമ്പിൽ പിടിച്ച കള്ളനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതോടുകൂടി അവൻ്റെ ജീവിതം ഭാസുരമായി മാറുന്നത്, അനുഗ്രഹീതമായി മാറുന്നത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ പാപമോചനത്തിന് ഏറെ നാളുകളൊന്നും വേണ്ട. അതൊരു പ്രോസസ്സല്ല. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നാം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരും. മാനസാന്തരത്തിലേക്ക് നയിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് സ്വയാർപ്പണത്തിൻ്റെ ഈ ധന്യമായ നിമിഷങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരു മാറ്റം നൽകണമേ. എന്നെ നിൻ്റെ മക്കളാക്കി അങ്ങ് മാറ്റണമേ. പാപത്തിൻ്റെ അനുഭവം നിന്ന ഒരു നീക്കുപോക്ക് എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത മൊഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വായനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ.
യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് ക്രൂശിലൂടെ ഒഴിഞ്ഞ മുത്തുകളിൽ 2 മൊഴികൾ ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകി. 3-ാമത്തെ മൊഴി ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. കർത്താവിൻ്റെ ഹൃദയം തൊടുന്ന സ്നേഹത്തിൻ്റെ ശക്തമായ സാക്ഷ്യത്തെ ഉൾക്കൊള്ളുന്ന ഈ മൊഴിയിൽ അടങ്ങിയിരിക്കുന്ന മർമ്മത്തെ ഞങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവമേ കൃപ നൽകണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വായിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. ക്രൂശിലെ 7 മൊഴികളിൽ 3-ാമത്തെ മൊഴി അസഹ്യമായ വേദനയുടെ നടുവിൽ നിന്നുയരുന്ന ശബ്ദമല്ലാതെ ഹൃദയം തൊടുന്ന സ്നേഹത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ്. ശരീരം ചിതറിപ്പോകുന്ന വേദനയ്ക്കിടയിലും ക്രിസ്തുവിൻ്റെ കണ്ണുകൾ മനുഷ്യബന്ധത്തിൻ്റെ അറ്റത്തേക്കാണ് നീങ്ങുന്നത്. ശരീരം മുഴുവനും ചമ്മട്ടി കൊണ്ട് അടിച്ച് ഉഴുത നിലം പോലെയാക്കി മുഴുവൻ രക്തവും വാർന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ മരണത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോഴും മനുഷ്യബന്ധങ്ങളെ സംരക്ഷിക്കുന്ന ദൈവഹൃദയമാണ് യേശു 3-ാമത്തെ മൊഴിയിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട്, ഇതാ നിൻ്റെ അമ്മ. ഈ വാക്കുകൾ ഒരു പുതിയ ബന്ധത്തിൻ്റെ ദൈവിക പ്രഖ്യാപനമാണ്. രക്തബന്ധങ്ങളുടെ പരിധി അതിജീവിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ കുടുംബത്തെ ക്രിസ്തു ഇവിടെ സൃഷ്ടിക്കുന്നു. പുതിയ കുടുംബത്തെ, മാതാവിനെ ശിഷ്യൻ്റെ കരുതലിലേക്കും ശിഷ്യനെ മാതാവിൻ്റെ ഉത്തരവാദിത്വത്തിലേക്കും ഏൽപ്പിച്ചുകൊണ്ട് സഭയായി മാറുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ആദ്യ ദർശനം. ഇവിടെ ക്രിസ്തു സ്ഥാപിക്കുന്നത് ഒരു കുടുംബശാസ്ത്രമല്ല, മറിച്ച് ഒരു പിതാവായി വിളിക്കുന്നവരെ ഒക്കെയും അവർക്ക് വേണ്ടിയുള്ള സഭാശാസ്ത്രമാണ്. അമ്മയുടെ കണ്ണുനീരിനും ശിഷ്യൻ്റെ ഭാവിക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഈ ക്രൂശിലെ മഹാനിമിഷം സഭയുടെ ജനന മുഹൂർത്തമായി മാറുന്നു. 2018 മഹാപ്രളയകാലത്ത് പല മലയാളം ദിനപത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വന്തം വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ട ഒരു വയോധിക സ്ത്രീയെ, യാതൊരു രക്തബന്ധവുമില്ലാത്ത ഒരു യുവാവ് ഇനി എൻ്റെ അമ്മ എന്ന് വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയ സംഭവം നാം കണ്ടതാണ്. ദുരന്തത്തിൻ്റെ നടുവിൽ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ സ്നേഹത്തിൽ നിന്നുയർന്ന ഒരു പുതിയ കുടുംബം അവിടെ രൂപപ്പെടുകയാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ മാതാവിനെ സ്വീകരിച്ചതുപോലെ അവിടെയും മനുഷ്യൻ മനുഷ്യനെ സ്വീകരിച്ചു. ബൈബിളിലെ ഒരു വലിയ മർമ്മമാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് കുരിശിൻ്റെ ഈ 2 കാലുകൾ. ഇത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. നെടുകെയുള്ളത് ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ദൈവവും മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ക്രൂശിൻ്റെ വലിയ കാല്. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ തകർന്നു പോകുന്ന കാലത്ത് സ്നേഹം പുതിയ പേരുകളും പുതിയ വിലാസങ്ങളും കണ്ടെത്തുന്നു.
ക്രൂശിൻ്റെ ചുവട്ടിൽ ഉച്ചരിച്ച വാക്കുകൾ കാലം കടന്ന് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. രണ്ട് ചിന്തകൾ. ഇതാ നിൻ്റെ മകൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം ബന്ധങ്ങളെ പുതുക്കുമ്പോൾ ക്രിസ്തു മറിയയോട് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ഒരു പുതിയ ബന്ധക്രമം സൃഷ്ടിക്കുകയാണ്. വിശ്വാസത്തിലൂടെ ഘടിപ്പിക്കപ്പെട്ട ഒരു ദൈവിക കുടുംബം രൂപപ്പെടുന്നു. മറിയയുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ വലിയൊരു തിരുത്തലിനും പ്രതീക്ഷയുടെയും അടയാളമാണ്. തൻ്റെ സ്വന്തം മകൻ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, മനസ്സിലുണ്ടായ ദുരിതത്തിൽ നിന്ന് കരകയറാൻ, ആശ്രയം ആകാൻ ക്രിസ്തു അമ്മയെ തനിക്ക് ഏറ്റവും വിശ്വാസവും സ്നേഹവുമുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ കരുണ മനുഷ്യരൂപത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഒരൊറ്റയാൾ പോലും വേദനയിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന സത്യം. ഒരു മനുഷ്യൻ പോലും വേദനയിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് വരെയുള്ള വേദനയിൽ കുഞ്ഞിനെ കിട്ടുമ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു. ഒരാൾ പോലും വേദനയിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഇത് ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സ്നേഹമാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ദൈവിക കൃപയുടെ അനന്തമായ പ്രവാഹം വിശ്വാസികളിൽ ആത്മീയ ബന്ധങ്ങളുടെ പുതിയ പുതുക്കം സൃഷ്ടിക്കുന്നു ഈ മൊഴി. പ്രശസ്ത ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞനായ അഗസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൃപയുടെ ഏറ്റവും ഉന്നതമായ രൂപമായി വ്യാഖ്യാനിക്കുന്നു. പാപത്തിൻ്റെ ഭാരം മറികടന്ന് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് സ്നേഹത്തിൻ്റെ ലക്ഷ്യം. ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ അഗാപ്പെ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് ഒരു വികാരം അല്ല, മറിച്ച് സ്വാർത്ഥതയില്ലാത്തതും നിബന്ധനകളില്ലാത്തതുമായ ത്യാഗപരമായ, പൂർണ്ണമായും സമർപ്പിക്കുന്ന കരുണാപരമായ ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ക്രൂശിൽ വെളിപ്പെട്ട ഈ സ്നേഹം. ദൈവത്തിൻ്റെ കൃപയെ ആധാരമാക്കി ഈ കൃപ മനുഷ്യബന്ധങ്ങളെ പുതുക്കുന്ന ശക്തിയായി മാറുന്നു. തകർന്ന ബന്ധങ്ങളെ ചേർക്കുകയും ഒറ്റപ്പെട്ട മനുഷ്യനെ ഒരു പുതിയ ബന്ധക്രമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. 2, ഇതാ നിൻ്റെ അമ്മ. ഉത്തരവാദിത്വത്തിൻ്റെ ദൈവ വിളി. ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് ക്രിസ്തു അരുളി ചെയ്യുമ്പോൾ മനുഷ്യബന്ധങ്ങളെ ദൈവിക ഉത്തരവാദിത്വങ്ങളാക്കി മാറ്റുന്ന ഒരു വെളിപ്പാടാണ് ഈ മൊഴി. ക്രൂശിലെ അന്ത്യവേദനയുടെ നടുവിൽ സ്നേഹത്തെ പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനമായി രൂപപ്പെടുത്തുന്ന ദൈവ ഹൃദയത്തിൻ്റെ വെളിപ്പെടൽ യേശുവിലൂടെ വരുന്നു. ആ നിമിഷം മുതൽ മറിയയുടെ ജീവിത സുരക്ഷിതവും പരിപാലനവും ശിഷ്യൻ്റെ വിശുദ്ധ ചുമതലയായി മാറി. ആരാധനാലയങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന വിശ്വാസമല്ല ഇവിടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത്, മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിന് താങ്ങായി മാറുന്ന വിശ്വാസം, മറ്റൊരാളെ കൈതാങ്ങുന്ന. ഇന്ന് രാവിലെ ചിന്തിച്ചതുപോലെ കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ ആ ക്രൂശിനെ നിർബന്ധത്താൽ താങ്ങിയപ്പോൾ പിന്നെ അവനെ മാറ്റാൻ കഴിയാതെ വണ്ണം ക്രൂശിനോട് ഏറ്റവും ചേർത്ത് നിർത്തുന്നതിനാക്കി തീർത്തു. ബന്ധങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ഉത്തരവാദിത്വങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ നിൻ്റെ അമ്മ എന്ന വാക്ക് സഭയോടും ഓരോ ക്രിസ്തീയ വിശ്വാസിയോടും ശക്തമായി ചോദ്യം ചെയ്യുന്ന മൊഴിയാണ്. നിൻ്റെ വിശ്വാസം ആരുടെ കണ്ണിന് ആശ്വാസമാകുന്നു എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുക. നിൻ്റെ ആത്മീയത ആരുടെ ജീവിതത്തിന് സുരക്ഷയായി മാറുന്നു? ഈ ചോദ്യം നിങ്ങൾക്കായി വിടുകയാണ്. നിൻ്റെ വിശ്വാസം ആരുടെ കണ്ണിന് ആശ്വാസമായിത്തീരുന്നു? നിൻ്റെ ആത്മീയത ആരുടെ ജീവിതത്തിന് സുരക്ഷയായിത്തീരുന്നു?
ക്രൂശിലെ ഈ മൂന്നാമത്തെ മൊഴി വാക്കുകളായി മാത്രം നിലനിൽക്കുന്നതല്ല, ഒരു ഗാനമായി ഹൃദയത്തെ മുഴക്കുകയാണ്. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സഭയുടെ ഓർമ്മയിൽ ദൈവിക ഭാവം നമ്മിൽ വെളിപ്പെടുന്നു. ആത്മീയ ഭാവം പോലെ ക്രൂശിൻ്റെ ചുവട്ടിൽ ബന്ധങ്ങൾ പുതുക്കപ്പെടുന്നു. ബന്ധം രക്തത്തിലല്ല, സ്നേഹത്തിലാണെന്ന് ക്രൂശ് നമ്മെ ഈ മൊഴിയിലൂടെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ലോക ബന്ധത്തിൽ പുതിയ കുടുംബമെന്ന സഭ അങ്ങ് രൂപപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, മൂന്നാമത്തെ മൊഴി ധ്യാനിക്കുവാൻ അമ്മയുടെ മകൻ്റെ ബന്ധം ഉറപ്പിക്കുവാൻ ക്രൂശിൽ അതിവേദന അനുഭവിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, ക്രിസ്തുവിൻ്റെ സ്നേഹം അതിര് കടന്ന് സഭയെ രൂപപ്പെടുന്നതാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കും. വചനം കേട്ട ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ, ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ, ദൈവമേ ഓർക്കല്ലേ. മത്തായിയുടെ സുവിശേഷം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 27:45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോഞ്ച് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ക്രൂശിലൂടെ പൊഴിഞ്ഞ 7 മൊഴികളിൽ 4ാമത്തെ മൊഴി ധ്യാനിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ശക്തി പകരുന്നതിനായി സ്തോത്രം. ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും അടിയനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു നിമിഷം പിതാവ് മകനെ കൈവിട്ട നിമിഷം ആ മൊഴി ചിന്തിക്കുവാൻ ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ വണക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞ 7 മൊഴികളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട മൊഴിയാണ് ഈ 4ാമത്തേത്. മാനുഷികമായ ക്രിസ്തുഭാവത്തെ വെളിപ്പെടുത്തുന്ന ദൈവിക മൊഴിയാണിത്. ചരിത്രത്തെ AD BC എന്ന് മാറ്റി എഴുതുവാൻ തക്ക പ്രാപ്തിയോടെ ഭൂവിൽ വന്ന യേശുവിൻ്റെ 7 മൊഴികളിൽ അന്ധകാരത്തിന് മുമ്പും പിമ്പും എന്ന് രചിക്കുവാൻ തക്കവണ്ണം ഈ 4ാം മൊഴി പ്രാധാന്യം നേടുന്നു. പിതാവിനാൽ തള്ളപ്പെട്ട ഒരു മകൻ്റെ വിലാപമാണിത്. വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും മാത്രമേ ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. AR രാജരാജവർമ്മ മതസ്ഥാപകരുടെ വിവരണത്തിൽ ഉൾക്കൊള്ളിക്കുന്ന തൻ്റെ ഗ്രന്ഥത്തിൽ സ്വയം ദൈവപുത്രനെന്ന് അവകാശപ്പെട്ട യേശു ക്രൂശിൽ മരിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ മറ്റൊരു മതഗുരുവും കടന്നുപോയിട്ടില്ലാത്ത ഒരു ആത്മീയ അനുഭവത്തിൽ കൂടി യേശു കടന്നുപോയി എന്ന് ഈ അനുഭവത്തെ ലോകത്തിന് ഗ്രഹിക്കുവാൻ പ്രയാസമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
മത്തായി 27:45, മർക്കോസ് 15:33, ലൂക്കോസ് 23:44 എന്നീ ഭാഗങ്ങളിൽ യഹൂദന്മാരുടെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ അന്ധകാരമുണ്ടായി. ആ സന്ദർഭത്തിലാണ് യേശു ക്രിസ്തു ഈ മൊഴി പറയുന്നത്. പ്രപഞ്ചം ദുഃഖിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതായി ഈ മൊഴി കാണുന്നു. ഈ അനുഭവത്തെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശുവിൻ്റെ മേലായി. യെശയ്യാപ്രവചനം 53:4-5 വാക്യങ്ങൾ, യോഹന്നാൻ 2:2. ക്രോധം പിതാവായ ദൈവം പൂർണ്ണമായി മനുഷ്യരൂപത്തിലായ തൻ്റെ പുത്രൻ്റെ മേൽ ചൊരിയുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായി യേശു ദൈവത്താൽ കൈവിടപ്പെട്ടു. ലോകം മുഴുവൻ അന്ധകാരത്തിലായപ്പോൾ ദൈവം യേശുവിന്മേൽ ചൊരിഞ്ഞ ശിക്ഷ ലോകത്തിൽ ആർക്കും ഏറ്റെടുക്കുവാൻ കഴിയാത്തതായിരുന്നു. ആ ശിക്ഷയുടെ വേദനയിലാണ് യേശു ഇപ്രകാരം നിലവിളിച്ചത്. എബ്രായർക്ക് ലേഖനം 4:15 ക്രിസ്തുവിൻ്റെ കരച്ചിൽ നാം പാപം നിമിത്തം ദൈവത്താൽ കൈവിട്ടു പോകാതിരിക്കാനത്രേ എന്ന് ചിന്തിക്കുന്നു. ഇതിലെ 2 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. ഒന്ന്, പാപത്തിൻ്റെ ആഴമായ ഭയാനകമായ ഭാവം, ദ ഗ്രാവിറ്റി ഓഫ് സിൻ. മത്തായി സുവിശേഷം 27:46 ഈ യേശുവിൻ്റെ നിലവിളി പാപത്തിൻ്റെ ഭീകരമായ വെളിപ്പെടുത്തുന്ന ശക്തമായ തെളിവാണ്. വിശുദ്ധനായ ദൈവത്തിന് പാപത്തെ നോക്കി നിൽക്കുവാൻ കഴിയില്ല എന്ന ബൈബിൾ തത്വത്തെ ഇവിടെ യേശുവിലൂടെ അന്വർത്ഥമാക്കുന്നു. ഹബക്കൂക്ക് 1:13 തിന്മ കാണുവാൻ കഴിയാത്ത അത്ര നിർമ്മലതാ ദൃഷ്ടിയുള്ളവനാണ് ദൈവം. യേശു ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവനായും തൻ്റെ ശരീരത്തിൽ വഹിച്ചപ്പോൾ പിതാവായ ദൈവം വിശുദ്ധിയുടെ ഭാഗത്തു നിന്ന് പുത്രനിൽ നിന്ന് മുഖം തിരിക്കേണ്ടി വന്നു. പത്രോസ് 2:24 കാണാം. പാപം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മതിൽ തീർക്കുന്നുവെന്ന് യെശയ്യാവ് 59:2 റോമർ 6:23 പറഞ്ഞിരിക്കുന്നു. അവിടെ ആ പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു നമുക്ക് പകരമായി അനുഭവിച്ചു തീർക്കുകയാണ്. പാപത്തെ നിസ്സാരമായി കാണുന്ന മനുഷ്യന് തൻ്റെ പ്രിയപുത്രനെ പോലും കൈവിടേണ്ടി വന്നു എന്ന ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും ഇവിടെ വലിയൊരു മുന്നറിയിപ്പാണ്. ഇവിടെ യേശു വിളിക്കുന്നത് പിതാവേ എന്നല്ല, ദൈവമേ എന്നാണ്. ഇതിന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. സുവിശേഷകന്മാർ ഏറ്റവും ആദ്യം എഴുതുന്ന യേശു ദൈവത്തെ വിളിക്കുന്ന വാക്ക് എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? ഭാഗ്യം നിങ്ങൾക്കറിയാം. യെരുശലേം ദേവാലയത്തിൽ അമ്മ കടന്നു ചെന്ന് യേശുവിനെ 3 ദിവസം കാണാതെ എത്തിച്ചേരുമ്പോൾ, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിക്കുമ്പോൾ മറിയോട് യേശു പറയുന്നതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയം. ഇതാണ് യേശുവിനെ കുറിച്ച് പിതാവ് യേശുവിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ യേശു പിതാവിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ സുവിശേഷ ഭാഗം. അതുപോലെ സുവിശേഷക്കാരൻ അവസാനം രേഖപ്പെടുത്തി, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പിതാവ് യേശുവിൻ്റെ എല്ലാ സമയത്തും ദൈവത്തെ പിതാവായിട്ടാണ്, സ്വന്തം അപ്പനാണ്. അതാണ് പ്രിയപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒടുക്കവും പിതാവേ എന്ന് വിളിച്ചിരിക്കുന്ന യേശു നമുക്കായി അബ്ബാ 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 എന്ന് മാത്രം വിളിച്ച് ശീലിച്ച യേശുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായി വിളിക്കുന്നു, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പാപിയുടെ നിലവിളി നമുക്ക് വേണ്ടി യേശു വിളിച്ചു. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം കൈവിട്ട് മഹാവേദന അനുഭവിക്കുമ്പോൾ ഇതിനെ യോഹന്നാൻ്റെ
സുവിശേഷം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് വിജയിച്ചു വരുന്ന രാജാവിൻ്റെ വിജയഭേരിയായിട്ടാണ് അബ്ബാ അബ്ബാ എന്ന് വിളിച്ച് കരങ്ങളിൽ യേശു ഏൽപ്പിച്ച് മരിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, യേശുവിൻ്റെ ക്രൂശിലെ നിലവിളി നമ്മുടെ ഏകാന്തതയിലും നിരാശയിലും ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. തൻ്റെ ശിഷ്യന്മാരാൽ ഉപേക്ഷിക്കപ്പെടുകയും മത്തായി 26:56 സ്വന്തം ജനത്താൽ തള്ളപ്പെടുകയും ചെയ്ത യേശു ഒടുവിൽ പിതാവായ ദൈവത്താൽ പോലും കൈവിട്ടപ്പെട്ടവനായി. എബ്രായർ 4:15 പറയുന്നത് പോലെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതൻ അല്ല നമുക്കുള്ളത്. അവൻ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. നാം അനുഭവിക്കുന്ന ഏകാന്തതയുടെയും തിരസ്കരണത്തിൻ്റെയും അങ്ങേയറ്റം യേശു അനുഭവിച്ചു തീർത്തു. നാം ഒരിക്കലും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കാനാണ് പാപമില്ലാത്ത യേശു ആ ഒരു നിമിഷം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനായി മാറിയത്. യേശുവിൻ്റെ ക്രൂശിലെ ഈ നിലവിളി കേവലം ഒരു വേദനയുടെ ശബ്ദമല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ യാഗത്തിൻ്റെ പൂർത്തീകരണമാണ്. താൻ പഴയ നിയമ പ്രവചനങ്ങളെ നിറവേറ്റുന്ന മെസ്സിയാണെന്ന് യേശു ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യൻ്റെ പാപത്തിന് അർഹമായ ശിക്ഷ, നീതി നടപ്പാക്കുവാൻ, അതേസമയം കരുണയോടെ ആ ശിക്ഷ സ്വയം ഏറ്റെടുക്കുകയും ചെയ്ത ആ ബലിയുടെ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി കീറപ്പെടുന്ന നിമിഷം. മത്തായി 27:51 പാപിയായ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കപ്പെട്ടത് യേശുവിൻ്റെ ഈ വിളിയിലൂടെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ടതിലൂടെ ദൈവം നമ്മെ എന്നേക്കുമായി കൈനീട്ടി തൻ്റെ അടുത്തേക്ക് സ്വീകരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ ചുമന്നൊഴിച്ചുകൊണ്ട് ക്രൂശിൽ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനായി ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി സകല പാപവും യേശു ക്രൂശിൽ ഒഴിച്ച് തീർത്തതിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഞങ്ങൾ നരകത്തിൽ കിടന്ന് വിളിക്കേണ്ട വിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഈ വിളി യേശു ക്രൂശിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ അതിൻ്റെ വിളി ഞങ്ങൾ സ്വീകരിക്കുവാനും ഇനി ഒരിക്കലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിളിക്കുവാൻ ഇടവരുത്താതെ ഞങ്ങളുടെ പാപങ്ങളെ പൂർണ്ണമായും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട് ഞങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കൃപയിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോടടുപ്പിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ക്രൂശിലൂടെ മൊഴിഞ്ഞ 5-ാമത്തെ മൊഴി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന കർത്താവിനെ ചിന്തിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ. അങ്ങയുടെ കരുണയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു.
ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തു ക്രൂശിലൂടെ മൊഴിഞ്ഞ 5-ാമത്തെ മൊഴി. എനിക്ക് ദാഹിക്കുന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണദൈവവുമായ യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് മൊഴിഞ്ഞ മൊഴി, എനിക്ക് ദാഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ മാത്രം വെളിപ്പെടുത്തുന്ന മൊഴി മാത്രമല്ല ഇത്. പ്രത്യുത ദൈവത്വത്തെ കൂടെ വെളിപ്പെടുത്തുന്നു. യേശു ദൈവപുത്രനാണ് എങ്കിലും മനുഷ്യപുത്രനുമായിരുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് 40 ദിവസം ഉപവസിച്ചിട്ട് ഇരിക്കുമ്പോൾ യേശുവിന് വിശന്നു. പിശാച് അടുത്ത് വന്ന്, നിനക്ക് വിശപ്പുണ്ട്, എനിക്കറിയാം, ഈ കല്ലുകളെ അപ്പമാക്കാൻ പറയാം. അപ്പോഴാണ് യേശു അവനോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. മനുഷ്യ സഹജമായ വേദനയും ദാഹവും ക്ഷീണവുമെല്ലാം യേശുവിനുണ്ടായിരുന്നു എന്ന് തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. യഥാർത്ഥ മനുഷ്യത്വവും സഹനത്തിൻ്റെ പാരമ്യതയും വെളിപ്പെടുത്തുവാൻ ഈ ദാഹത്തിൻ്റെ നിലവിളിക്ക് കഴിഞ്ഞു. കയ്പുകാടി കലക്കിയ വീഞ്ഞ് ക്രൂശിൽ കിടക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. യേശുവിനിത് കൊടുത്തു, യേശു കുടിച്ചില്ല. ഇതെന്തുകൊണ്ട് അവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, വേദന അറിയാതെ ക്രൂശിൽ കിടക്കാൻ. ഏകദേശം 2 ദിവസം മുതൽ 7 ദിവസം വരെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട വ്യക്തി മരിക്കാതെ കിടക്കും ക്രൂശിൽ. എന്നാൽ യേശു ക്രിസ്തു വെറും 6 മണിക്കൂർ മാത്രമേ കിടന്നുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ വേദന നിറഞ്ഞ അനുഭവത്തിൽ ശാസ്ത്രം പറയുന്നത്, ആരോഗ്യശാസ്ത്രം പറയുന്നത്, കാല് ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ശ്വാസം നന്നായിട്ട് എടുക്കാൻ കഴിയുക എന്നാണ്. 2 കാലും ക്രൂശിൽ തറച്ച് ബന്ധിച്ചിരിക്കുന്നു. ശ്വാസം ആ കാലിൽ ഉറപ്പിച്ചാണ് ശ്വാസം എടുക്കുന്നത്. ആ ശക്തി എപ്പോഴാണോ തീരുന്നത് അപ്പോഴാണ് ആ ആൾ മരിക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ യേശു മരിച്ചു കഴിഞ്ഞു. പടയാളി വന്ന് നോക്കിയപ്പോൾ, എന്നിട്ടാണ് അവൻ്റെ ശൗര്യം അടക്കാൻ വയ്യാതെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും അവിടെ നൊലിക്കുന്നത്. മറ്റ് 2 കള്ളന്മാരുടെ അടുത്ത് ഈ പടയാളികൾ പോയി. പിറ്റേന്ന് ശബത്താണ്, അതുകൊണ്ട് പിറ്റേ ദിവസം ശവശരീരം ഈ ക്രൂശിൽ കിടക്കുവാൻ പാടില്ല. എന്ത് ചെയ്തു അവർ? ഈ കള്ളന്മാരുടെ കണങ്കാൽ അടിച്ചൊടിച്ചു. എന്തിനാണെന്നറിയാമോ? ഈ ക്രൂശിൽ ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല, കണങ്കാല് തകർത്താൽ. ശ്വാസമെടുക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടി ശ്വാസമെടുക്കാതെ അവൻ പെട്ടെന്ന് മരിക്കും. അതാണതിൻ്റെ അർത്ഥം. യേശു പ്രാണനെ വെടിയുന്നതിന് മുമ്പ് മൊഴിഞ്ഞ ഈ 5-ാമത്തെ മൊഴി ജീവജലത്തിൻ്റെ ഉറവിൽ നിന്നും കേട്ട ദീനവിലാപമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സകല മനുഷ്യരുടെയും ദാഹത്തെ ശമിപ്പിക്കാൻ ദൈവപുത്രൻ്റെ അവസാനത്തെ അപേക്ഷ. സർവജ്ഞാനിയും സർവശക്തനുമായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിലവിളി. ഇത് ഉയർത്തുന്ന 2 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. ദാഹം, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ നിലവിളികളോടുമുള്ള ദൈവിക ഐക്യപ്പെടൽ. പടയാളികൾ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തൊണ്ടിന്മേലാക്കി യേശുവിന് കുടിപ്പാൻ കൊടുത്തു. വാക്യം 29. അത് കുടിച്ചു എന്ന് പറയുന്നു. ഇത് പുളിച്ച വീഞ്ഞാണ്. നേരത്തെ പറഞ്ഞ ഈ കയ്പുകാടി കലക്കിയ വീഞ്ഞല്ല. നേരത്തെ തലയോടിടമെന്ന് അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ കയ്പ് കലങ്ങിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അത് കർത്താവ് കുടിച്ചില്ല. വ്യക്തമായി 27:33 കാണാം. എൻ്റെ ദാഹത്തിന്
അവരെനിക്ക് ചെറുക്ക കുടിപ്പാൻ തന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനം 69:21 ഈ വാക്യം യേശു ഓർത്തിരിക്കാം. ക്രൂശിക്കപ്പെടുന്നവർക്ക് പതിവായി പടയാളികൾ കൊടുക്കുന്ന പാനീയമാണ് കയ്പ് കലക്കിയ വീഞ്ഞ്. അത് കുടിച്ചാൽ അബോധാവസ്ഥയിലാകും, വേദന അറിയാതിരിക്കും. എന്നാൽ യേശു എല്ലാ വേദനയും സുബോധത്തോടെ സമ്പൂർണമായി സഹിക്കുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. അത്രത്തോളം കഠിനമായിരുന്നു മനുഷ്യൻ്റെ പാപം. സന്നദ്രീൻ സംഘം, ചുങ്കക്കാർ, അതുപോലെ തീവ്രവാദികൾ, പീലാത്തോസ്, ഹേരോദാവ്, ഇവരെല്ലാവരും കൂടെ യേശുവിനെ കൊല്ലുവാൻ ആലോചിക്കുമ്പോൾ അവരുടെ ഒക്കെ പാപം വഹിച്ചുകൊണ്ട് ബറബാസിൻ്റെ പ്രതിനിധിയായ മനുഷ്യരാശിയെ മുഴുവൻ ഉദ്ധരിക്കുവാൻ യേശു വേദന സമ്പൂർണമായി സഹിച്ചു. വേദന സ്വയം കടിച്ചിറക്കുമ്പോഴെല്ലാം യേശു രക്ഷാസങ്കേതമാണെന്ന് ഉറപ്പും പ്രതീക്ഷയും ഇത് നൽകുകയാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികമായ വേദനകളും യേശു ഏറ്റെടുക്കുകയായിരുന്നു. യേശുവിൻ്റെ ദാഹം മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്കും നീതിക്കും സത്യത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രമായിരുന്നു. രണ്ടാമത്തെ ചിന്ത, ദാഹം നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഉണർത്തൽ. ക്രൂശീകരണ വിവരത്തിൽ യേശു ഉച്ചരിച്ച 7 വചനങ്ങളിൽ ഏറ്റവും മനുഷ്യ സാന്ദ്രവും ഹൃദയസ്പർശിയുമായതാണ് എനിക്ക് ദാഹിക്കുന്നു. മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കൊടുക്കും, അത് പതിവാണ്. അത് ഏറ്റവും പ്രധാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. മരണത്തിൽ പോലും എല്ലാ സംഭവങ്ങളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം യേശുവിനുണ്ടായിരുന്നിട്ടും ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോഴും പ്രവചന നിവൃത്തീകരണത്തോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മോചനത്തെക്കുറിച്ചുള്ള തീവ്രമായ ആഗ്രഹമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ ഏദേൻ തോട്ടത്തിലാക്കിയ ആദാം കൂട്ടിരിക്കാൻ കൊടുത്ത ഹവ്വയിലൂടെ പാപ ഉള്ളിൽ പ്രവേശിച്ചു. ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർക്കാനുള്ള ദൈവത്തിൻ്റെ പരമമായ ദാഹം. പൂർണ്ണദൈവമായ യേശു ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, നാശത്തിലേക്ക് പോകുന്ന, നശിക്കുന്ന മനുഷ്യ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനുള്ള ദാഹമാണ് ക്രൂശിൽ ഈ മൊഴിയിലൂടെ കേൾക്കുന്നത്. ആത്മീയമായ ദാഹം. ആത്മാവ് മരിച്ചുപോയ അനുഭവത്തെ യേശു പരിശുശ്രൂഷയിൽ വിവരിക്കുന്നു. നിനക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, നിനക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, നിനക്ക് തൊണ്ട ഉണ്ട്, നാവുണ്ട്, നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ചിലരെയൊക്കെ കണ്ടാൽ നല്ല കണ്ണ് കാണുന്നവനായി തോന്നും, പക്ഷെ അടുത്ത് മനസ്സിലാക്കിയാൽ അവൻ്റെ കണ്ണ് കാണുകയില്ല, അവൻ കുരുടനാണെന്ന് മനസ്സിലാക്കും. ചിലരുടെ ചെവിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും, നമുക്ക് തോന്നും നന്നായിട്ട് കേൾക്കാൻ പറ്റും, പക്ഷെ അടുത്തറിഞ്ഞാൽ അവർക്ക് കാണുവാൻ കഴിയില്ല. ജന്മനാൽ കുരുടനായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കിയത് നിങ്ങൾക്കറിയാം. ഒരു അധ്യായം മുഴുവനും അതിൽ വിവരിച്ചിരിക്കുന്നു. ജന്മനാൽ കുരുടനായവനെ അവനോട് ചോദിക്കുകയാണ്, നിനക്കാരാണ് ഈ സൗഖ്യം നൽകിയത്? അത് യേശു എന്ന് പേരുള്ള ഒരുവൻ എൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി ശീലാകുളത്തിൽ കഴുകാമെന്ന് പറഞ്ഞു. ഞാൻ കഴുകി ശുദ്ധമായി. നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? അതാണ് സുവിശേഷം. നമുക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതിനെ സാക്ഷിക്കാനായിട്ട് കഴിയണം. അതാണ് ആത്മീയ ദാഹം. നീതിക്കുള്ള ദാഹം, തുല്യതയ്ക്കുള്ള ദാഹം, അംഗീകാരത്തിനുള്ള ദാഹം. നമുക്കറിയാം, ദളിതരും ആദിവാസികളും സ്ത്രീകളും കുടിയേറ്റ തൊഴിലാളികളുമൊക്കെ അവഗണന അനുഭവിക്കുന്ന കാലമാണിത്. എനിക്ക് ദാഹിക്കുന്നു എന്ന യേശുവിൻ്റെ വാക്ക് മനുഷ്യർ അനുഭവിക്കുന്ന അനീതിയോട് ദൈവം നിശബ്ദനല്ല എന്ന് കാണിക്കുവാനാണ്. ഇന്നും നീതി ലഭിക്കാതെ വലയുന്നവരുടെ കൂടെ നിൽക്കുന്നവനാണ് യേശു എന്ന് ഈ പാഠം പഠിപ്പിക്കുന്നു. ഈ ദാഹം നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്വത്തെ ഉണർത്തുന്നു. ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നവരായി മാത്രമല്ല, നീതി ഉറപ്പാക്കുന്ന ദാഹം നമുക്ക് ഉണ്ടാകണം.
എനിക്ക് ദാഹിക്കുന്നു എന്ന വചനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു വെല്ലുവിളിയായി നമ്മുടെ ഉള്ളിൽ മാറണം. മനുഷ്യവേദനയോട് ദൈവം പൂർണ്ണമായി ഐക്യപ്പെട്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ ദാഹം. ദാഹിക്കുന്ന ഓരോ മനുഷ്യരുടെയും നിലവിളിയായി ഈ വചനം മുഴങ്ങുന്നു. യേശുവിൻ്റെ ദാഹം നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റും. കരുണയിലേക്കും നീതിയിലേക്കും പ്രവൃത്തിയിലേക്കും നമ്മെ വിളിക്കുകയും ദാഹിക്കുന്ന ലോകത്ത് ദാഹം ശമിപ്പിക്കുന്ന ഒരു സമൂഹമായി, ഒരു സഭയായി നാം മാറണം. യോഹന്നാൻ സുവിശേഷം 7:37-38 വാക്യങ്ങളിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീരുറവകൾ ഒഴുകും. ഏതാണ് സന്ദർഭം? യെരുശലേം ദേവാലയത്തിൽ 10,000 പുരോഹിതന്മാർ യെരുശലേം ദേവാലയത്തിൻ്റെ ചുറ്റും സ്വർണ്ണ കലശത്തിൽ വെള്ളവുമായി നിൽക്കും. പൊരിവെയിലത്ത് ദിവസങ്ങളോളം നിൽക്കുന്ന ജനം കൂടെയുണ്ട്. അവർ വെയിലത്ത് വാടി വീഴും, ചിലർ മരിക്കും. മരിക്കാറാകുന്ന വ്യക്തിക്ക് അല്പം വെള്ളം കൈക്കുമ്പിളിൽ വേണമെന്ന് അടുത്തിരിക്കുന്ന വ്യക്തി പുരോഹിതനോട് ചോദിക്കുമ്പോൾ ഈ പുരോഹിതൻ പറയും, ഇത് യാഗത്തിനുള്ള വെള്ളമാണ്, നിന്റെ ജീവനെ രക്ഷിക്കുവാനുള്ള വെള്ളം അല്ല. ഈ സമയത്ത് പാളയത്തിന് പുറത്തു നിന്ന് യേശു വിളിക്കുന്നതാണ് ഈ യോഹന്നാൻ സുവിശേഷം 7:37-38. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, വന്ന് കുടിക്കട്ടെ. അങ്ങനെ ആ ജീവജലം വാങ്ങുന്ന നമ്മളും, അതാണ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീരുറവകൾ പൊട്ടിയൊഴുകും. ഈ 5-ാമത്തെ മൊഴി നമ്മുടെ ഉള്ളിൽ യേശു നൽകുന്ന ജീവജലം അത് ഭൗതികമായും ആത്മീയമായും സ്വീകരിക്കുവാൻ, അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഈ 5-ാമത്തെ മൊഴി ധ്യാനിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവിൻ്റെ പക്കൽ നിത്യജീവൻ്റെ ജലമുണ്ടല്ലോ എന്ന് ആ സ്ത്രീ പറഞ്ഞതിനെയും കൂടെ ഓർക്കുവാൻ ഈ ദിവസം സഹായിക്കണമേ. സമൃദ്ധമായ ജീവൻ നൽകുന്ന അങ്ങയുടെ ഉള്ളിലെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ആ നീരുറവ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യമായ ജീവന് പ്രത്യാശയായി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ക്രൂശിൽ കിടന്ന് ദാഹിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർത്തുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ദാഹം ഉള്ളവരായി തീരുവാൻ, യേശുവിൻ്റെ ദാഹം നമ്മുടെ കാഴ്ചപ്പാടുകളെ കരുണയിലേക്കും നീതിയിലേക്കും പ്രവൃത്തിയിലേക്കും വിളിക്കുന്നതായി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കാൻ ദൈവമായ കർത്താവേ അങ്ങ് ഇടവരുത്തും. യേശുവിൻ്റെ കൃപയുടെ കരങ്ങൾ ഞങ്ങളെ വഹിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 6-ാമത്തെ മൊഴിക്ക് വേണ്ടിയുള്ള തിരുവചന വേദഭാഗം ശ്രദ്ധിപ്പേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ 30 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി യേശുവിൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. 6-ാമത്തെ മൊഴിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം വായിച്ചു കേട്ടതുപോലെ കർത്താവിൻ്റെ 6-ാമത്തെ മൊഴി നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നതാണ്.
ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മൊഴിയായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നു. സ്വർഗം ആഗ്രഹിച്ച ശബ്ദമാണ് നിവൃത്തിയായി എന്ന പദത്തിലൂടെ, വാക്കുകളിലൂടെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നു. പ്രവചനങ്ങളുടെ നിവൃത്തി, മശിഹയുടെ ഉത്തരവാദിത്വത്തിൻ്റെ നിവൃത്തി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നാമത് ഇതിനെക്കുറിച്ച് പറയുന്നത് ദ വേർഡ് ഓഫ് കംപ്ലീഷൻ ഓഫ് വേർഡ്, ദൈവവചനത്തിൻ്റെ പൂർത്തീകരണം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സകലവും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഒരു ഓട്ടക്കാരൻ ഓടുമ്പോൾ ഫിനിഷിംഗ് സ്റ്റാൻഡിൽ, പോയിന്റിലെത്തുന്ന ഒരു സമയമുണ്ട്. വിസിൽ മുഴങ്ങി അവൻ ഓടി ഫിനിഷിംഗ് സ്റ്റാൻഡിൽ വരുമ്പോൾ, അതിൻ്റെ ആ പോയിന്റിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആഹ്ലാദമുണ്ട്. അപ്പോൾ ഈ വരികൾക്കിടയിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ആ സന്തോഷമാണ്, ആഹ്ലാദമാണ്. പലരുമൊക്കെ കൈയൊക്കെ ഉയർത്തി കാട്ടി അവർക്ക് വിജയം ലഭ്യമായി എന്ന് പറയുന്ന പോലെ യേശു പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിവൃത്തിയാകുകയാണ്, തൻ്റെ ഇച്ഛകൾ നിവൃത്തിയായി. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് പറയുവാനായിട്ട് ലോകത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നിനും സംതൃപ്തി കണ്ടെത്താൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ മരണമടയുന്ന നമ്മുടെ പിതാക്കന്മാരെയൊക്കെ, അമ്മമാരെയൊക്കെ സമീപിച്ചാൽ അവർ പറയും, എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടായിരുന്നു. ചിലരൊക്കെ പണപ്പെട്ടിയൊക്കെ തലയുടെ അടിയിൽ വെച്ച് പലതും വിട്ടുകൊടുക്കാതെ ഇനിമേറെ സ്വരുക്കൂട്ടാനുള്ളതുപോലെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മക്കൾക്ക് പോലും എഴുതി കൊടുക്കില്ല. തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച സന്തോഷത്തോടെ വിടവാങ്ങുവാൻ പണിപ്പെടാത്ത സമൂഹത്തെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിൻ്റെ മധ്യത്തിലാണ് 33.5 വയസ്സുകൊണ്ട് ഒരു യുവാവ് തൻ്റെ ആഗ്രഹത്തിൻ്റെ നിവർത്തീകരണം സാധ്യമാക്കുന്നത്, വചനത്തിൻ്റെ നിവർത്തീകരണം സാധ്യമാക്കുന്നത്, കൂടാതെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സാധ്യമാക്കുന്നത്, തിരുവഴുത്ത് നിവർത്തിയാക്കുന്നത്. ഇത് നിവർത്തിക്കണമെങ്കിൽ നിസ്സാരപ്പെട്ട ഒരു സംഗതിയല്ല. നമുക്ക് ഒരു മനുഷ്യനെ കുറിച്ച് നല്ല പോർ പൊരുതി വിശ്വാസം കാത്ത് നീതിയുള്ള കിരീടത്തിനായി സ്വർഗോന്നതിയിൽ ചേർക്കപ്പെടുക എന്ന് നമ്മൾ സാധാരണ പറയും. പൗലോസ് പഠിപ്പിക്കുന്ന പാഠമാണ്. നല്ല പോർ പൊരുതി വിശ്വാസം കാത്ത് ഒടുവിൽ വിക്ടറി സ്റ്റാൻഡിൽ എത്തി നിൽക്കുന്ന ഒരു ക്രിസ്തുദേവനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെയാണ് ഈ നിവർത്തീകരണത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. രണ്ടാമത് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് വേർഡ് ഓഫ് വാർണിംഗ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം, സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. എനിക്കിത് മതി. സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നത് സംതൃപ്തി പ്രയത്നത്തിലാണ്, നേട്ടത്തിലല്ല. പൂർണ്ണമായ പരിശ്രമമാണ് പൂർണ്ണ വിജയം. ഇതാണ് നമുക്ക് ക്രിസ്തുവിൽ കാണുവാനായിട്ട് കഴിയുന്നത്. സംതൃപ്തി പ്രയത്നത്തിലാണ്, നേട്ടത്തിലല്ല. പൂർണ്ണമായ പരിശ്രമമാണ് സമ്പൂർണ്ണമായ വിജയം. തനിക്ക് ദൈവം നൽകിയതെല്ലാം പൂർത്തീകരിച്ചു. അത് നിസ്സാരമായിരുന്നു? നമുക്കൊന്ന് ചിന്തിക്കാം. യേശുവിൻ്റെ ജീവിതാനുഭവം തന്നെ. കർത്താവ് ജനിച്ചപ്പോൾ മുതൽ പണിയാണ്. ഓരോരോ പണി കിട്ടുകയായിരുന്നു. ജനിച്ചപ്പോൾ നമുക്കറിയാം, നേരെ ജനിക്കാൻ പോലും ഉള്ള സ്ഥലം കിട്ടിയില്ല. അപ്പനും അമ്മയും വാതിൽക്കൽ പലതും മുട്ടിയിട്ട് ആളുകൾ പറഞ്ഞു നോ വേക്കൻസി, ഇടം കൊടുത്തില്ല. വഴിയിൽ പ്രസവിച്ചു. പശുത്തൊട്ടിയിൽ അടുത്ത് കണ്ട കാലിക്കൂട്ടിൽ കയറി പശുത്തൊട്ടിയിൽ കുഞ്ഞിയെ കിടത്തി. നേരെ കീറ്റുശീലയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അന്ന് തുടങ്ങിയ പണിയാണ്. പിന്നീട് നസറേത്തിലേക്ക് ഓടുകയാണ്. ജനിച്ചപ്പോൾ യേശു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി 10,000 ആൺകുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്നു ഹേരോദാവ്. നസറേത്തിൽ അവിടെ പാർക്കാൻ പറ്റിയോ? 12 വയസ്സിൽ ആലയത്തിൽ വന്ന തർക്കം തുടങ്ങിയപ്പോൾ അതിനേക്കാൾ പ്രശ്നമായി. പിന്നീട് പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പിറകെ നടക്കുകയാണ് പേപ്പറും പെൻസിലും കൊണ്ട്. എങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ മതി. ഒരിക്കൽ യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ട് തള്ളിയിടാൻ ശ്രമിച്ചു. കർത്താവ് പതുക്കെ വഴിമാറി കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പണിയൊന്നും ഏറ്റില്ല. പക്ഷേ കർത്താവ് എല്ലാം പൂർത്തിയാക്കി അവരുടെ കൈ കൊണ്ട് കൊടുക്കുക, നീ എന്നെ കൊന്നോ എന്ന് പറയുമ്പോൾ മാത്രമേ അവർക്ക് തൊടാൻ കഴിഞ്ഞുള്ളൂ എന്ന് ഓർക്കണം.
തൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണം സർവ്വതും പൂർത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിനെ ആ സമയം എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ മധ്യത്തിലാണ്. 12 മണിക്ക് ശേഷം തീവ്രമായ ആ ഇരുട്ട് വ്യാപിക്കുകയാണ്. 9 മണിക്ക് തുടങ്ങിയ ആ സംഭവമാണിത്. ക്രൂശീകരണം 12 മണിയാകുമ്പോൾ ഇരുട്ട് വ്യാപിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം ഇങ്ങനെ കിടന്നിട്ട് യേശുവിൻ്റെ മൊഴികൾ നമ്മൾ ഈ മൊഴി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ മൂന്നാമതായി ഈ ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വേർഡ് ഓഫ് ട്രയംഫ്, വിക്ടറിയുടെ സ്വരമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. വിജയത്തിൻ്റെ ശബ്ദമാണ് നമുക്കിവിടെ കേൾക്കുവാനായിട്ട് കഴിയുന്നത്. സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് ജീവനെ വിടുന്ന ക്രിസ്തുദേവനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഒന്ന്, നമ്മുടെ ജീവിതങ്ങൾ അർത്ഥപൂർണമാകണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുവാനായിട്ട് കഴിയണം. എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് കർത്താവ് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് കർത്താവിന് ഉദ്ദേശങ്ങളുണ്ട്. അത് ഞാൻ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ഭൂമിയിലെ പഞ്ചസാരയും അരിയും ഗോതമ്പും ഒക്കെ തിന്ന് ഇവിടെ കെട്ടിറങ്ങുവാനായിട്ടല്ല, എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമം നമ്മിൽ ഉണ്ടാകണം. അതേറ്റവും പ്രധാനമാണ്. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇല്ലാതെ മൂടിപ്പുതച്ച് കിടന്നുറങ്ങി ആഹാരവും കഴിച്ച് ഇവിടെ കെട്ടടങ്ങുന്ന ഒരു ജീവിതമാകരുത്. കർത്താവ് എല്ലാ പൂർത്തീകരണവും നിർവഹിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ കർത്താവ് മുമ്പോട്ട് പോയി. കർത്താവിന് പൂർത്തീകരിച്ച നിവർത്തിയായി എന്ന് പറയുന്ന വാക്കുകൾ പിന്നീട് പറയും. നമ്മളിപ്പോൾ അടുത്ത് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അത്രമാത്രം കർത്താവ് വളരെ ശ്രദ്ധയോടെ തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൈമാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പണത്തിൻ്റെ, വിനയത്തിൻ്റെ ഭാവം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങൾ കൈപിടിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പണ്ട് എൻ്റെ കുഞ്ഞുനാളുകളിലൊക്കെ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. നമ്മുടെ കവലകളിലൊക്കെ ഒരു സിനിമാ ഗാനമായിട്ടാണെന്ന് തോന്നുന്നു. അത് ഇപ്രകാരമാണ് അത് പറയുന്നത്: ജീവിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ, ജീവിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ, ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയൊരു പാട്ട് ഞാൻ പണ്ട് കേട്ടത്, ഞാൻ എഴുതി വെച്ചതാണ്. ജീവിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇതാണോ നമ്മുടെ കാഴ്ചപ്പാട്? ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. അപ്പോൾ ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം. അപ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ ഈ കൊച്ച നൗക തുഴഞ്ഞ് മുമ്പോട്ട് നയിപ്പാനായിട്ട് ദൈവം ശക്തി പകരട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സകലവും നിവർത്തിയാക്കി സന്തോഷത്തോടെ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളും സമൃദ്ധിയുള്ളതായി, സംതൃപ്തിയുള്ളതായി കർത്താവ് ഈ കുഞ്ഞു ജീവിതങ്ങൾ ജീവിച്ച് തീർക്കുവാനുള്ള ആഹ്വാനമാണല്ലോ ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയത്. ശ്രദ്ധയോടെ ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ. നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര ശക്തിയുള്ളതാക്കി, അനുഗ്രഹമുള്ളതാക്കി അങ്ങ് മാറ്റണമേ. കർത്താവിൻ്റെ സാമീപ്യം ഞങ്ങളോട് കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശത്രുക്കൾ നിന്നയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. 7-ാമത്തെ മൊഴിയിലെ സുവിശേഷം ശ്രദ്ധിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള തിരുവചനത്തിൽ ശ്രദ്ധിപ്പീൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 44 മുതൽ 49 വരെ. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി.
കാണുവാൻ കൂടി വന്ന പുരുഷാരം ഒക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവൻ്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. ലൂക്കോസ് 23:44 മുതൽ വായിച്ച ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ മൊഴിയാണ് പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കും. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനമായി നമുക്ക് ഈ മൊഴി കാണുവാനായിട്ട് കഴിയും. ജീവൻ്റെ ഉടയവനെ ഏൽപ്പിക്കുന്ന അനുഭവം, ജീവൻ്റെ ഉടയവനെ തിരികെ ഏൽപ്പിക്കുന്ന അനുഭവം, ഘർ വാപ്പസി, തൻ്റെ കുടുംബത്തിലേക്കുള്ള മടങ്ങിച്ചേരൽ. പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ച പ്രിയമകൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം സുരക്ഷിതമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചവൻ ഇതാ തൻ്റെ ആത്മാവിനെ തിരികെ പരമേൽപ്പിക്കുകയാണ്. യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നൊരു വാക്യമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ജീവൻ നൽകുമ്പോൾ, ഈ ഭൂമിയിലേക്ക് തൻ്റെ അരിമനാഥനെ അയക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി, തൊട്ട് മുമ്പ് പറഞ്ഞപ്പോൾ നിവർത്തിയായി ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. ഇങ്ങനെ ഏൽപ്പിക്കാനായിട്ട് കഴിയുന്നത് ആർക്കാണ്? ഇവിടെ അന്ധകാരത്തിൻ്റെ 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സമർപ്പണം ഉണ്ടാകുന്നത്. കൂരിരുട്ട് എങ്ങും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവക്രോധം ആ ഭൂമിയോട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 10:22, ആമോസ് 8:9 വായിച്ച് നമുക്കറിയാം, ദൈവ കോപം ജ്വലിച്ചു നിൽക്കുകയാണ്. കാരണം മുഖം പോലും മറച്ച് ദൈവം തൻ്റെ മകനെ വിട്ടുകൊടുക്കുകയാണ്. അബ്രഹാമിൻ്റെ അടുത്തൽ കൊല്ലാനായിട്ട് ആ മകനെ കൊണ്ടുപോകുമ്പോൾ, മൊറിയാമലയിൽ കൊണ്ടുപോകുമ്പോൾ അവസാന നിമിഷം ദൈവം ഒരൊറ്റ വിളി, തുടരുതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുത്തി കൊന്നുകളഞ്ഞേനെ. അപ്പം അത്രമാത്രം വിശ്വാസത്തിൻ്റെ തീവ്രതയുള്ള നിമിഷങ്ങളിൽ കത്തിയെടുത്ത് ഇസഹാക്കിനെ യാഗം കഴിപ്പിക്കാൻ പോകുമ്പോൾ കൊല്ലരുത് എന്ന് കൽപ്പിച്ച് അവനെ വിടുവിച്ചു. ഇവിടെ യേശുവിന് അങ്ങനെ ഇതൊന്നുമില്ലായിരുന്നു. അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചു, എന്നെ നീ കൈവിട്ടതെന്ത്? അതിന് തൊട്ട് മുമ്പ് കർത്താവ് ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം, എങ്കിലും എൻ്റെ ഹിതമല്ല തിരുഹിതം തന്നെ ആകട്ടെ. ഒരു മനുഷ്യനെ പോലെ, പച്ചയായ മനുഷ്യനെ പോലെ പിതാവിനോട് അവസാന നിമിഷങ്ങളിൽ പറയുന്ന വാക്കുകളൊന്നും നിസ്സാരമല്ല. കാരണം കർത്താവിനെ അറിയാൻ ഞാൻ കഷ്ടപ്പെടാൻ പോവുകയാണ്, ഈ കൊടിയ യാതന അനുഭവിക്കാൻ പോകുന്നു. പക്ഷെ അതെല്ലാം അനുഭവിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം നൽകിയ ആത്മാവിനെ തിരികെ കൊടുക്കുന്ന അനുഭവം നമ്മിലും ദൈവം ആത്മാവിനെ നിറച്ചിട്ടുണ്ട്. ഈ ശ്വാസം ദൈവത്തിൻ്റെതാണ്. ഇത് നമ്മൾ വലിച്ചു കയറ്റുന്ന ഇത് ഒന്ന് തിരികെ പോയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഡെഡ് ബോഡിയാണ്. ആളുകൾക്ക് വെപ്രാളമാണ്, എങ്ങനെയും കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പേരൊക്കെ മാറും, ശവം എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഈ പേരൊക്കെ മാറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ ഇവിടെ ആ ആത്മാവിന് ചെയ്യേണ്ടുന്ന ക്രിയകളെല്ലാം ചെയ്ത് അങ്ങ് തിരികെ കൊടുക്കുന്ന അനുഭവം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുപോലെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ ലോകത്തിൽ? എത്ര അവതാരമൂർത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു. അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ അടുത്തൊരു ഗോപസ്വാമിയെ അടിച്ചു കൊന്നു, ഒന്നും പറഞ്ഞു വിടല്ലോ, അപ്പോൾ വെച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ പുകില നമ്മൾ കണ്ടത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ലോകത്തിലെ പല അവസരങ്ങളും അവതാരമൂർത്തികളെയും ഒക്കെ കുറിച്ചൊക്കെ കാണുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ കൊടിയ യാതന അനുഭവിച്ച ക്രൂശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ആത്മാവിനെ കൊടുത്ത് ഞാനിതാ തിരികെ തരികയാണ്, എല്ലാം നിവർത്തിയാക്കി. ഇങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഒന്നാമതായി ദൈവവുമായി പുനഃസ്ഥാപിക്കപ്പെട്ട കൂട്ടായ്മയുടെ ശബ്ദമാണിത്. ദൈവവുമായി പുനഃസ്ഥാപിക്കപ്പെട്ട കൂട്ടായ്മയുടെ ശബ്ദം. ഞാനിതാ തിരികെ വരികയാണ്, ദൈവമേ, എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരികെ ചേരുന്ന ആ കൂട്ടായ്മയുടെ അനുഭവം. 2 മനുഷ്യകരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിലേക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യകരത്തിലാണ് കൊടുത്തത്. 14 വയസ്സുകാരിയായ ഒരു നസ്രയത്തിലെ പ്രകാശം പൊഴിയുന്ന പെൺകുട്ടിയുടെ കരങ്ങളിൽ ഈ ആത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിലൂടെ ദൈവജനത്തിന്, ഈ ലോകത്തിന് നൽകിയ ദാനമാണ് ക്രിസ്തു. ആ ദാനം ഇതാ മനുഷ്യകരങ്ങളിൽ നിന്ന് പറിച്ച് ദൈവകരങ്ങളിലേക്ക് നൽകിയാണ്. അപ്പുറത്ത് അമ്മ ഉരുകി നിൽക്കുകയാണ് തൻ്റെ മകൻ പിടഞ്ഞു മരിക്കുന്നത് കാണുവാൻ.
ആ ഭാഗമൊക്കെ നമ്മൾ വായിച്ച് വെക്കുമ്പോൾ മനസ്സിലായി. ഓരോ ഘട്ടം ഘട്ടമായി അമ്മ തൻ്റെ വാൾ മനസ്സിലൂടെ തൻ്റെ ഹൃദയത്തിലുള്ള വാൾ കടന്നു പോകുമെന്ന് ശീമോൻ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് വ്യഥയോടെ നിൽക്കുമ്പോഴാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ സഹോദരന് കൊടുക്കുന്നത്. സഹോദരനെ പറഞ്ഞതാ അമ്മയെ കൊണ്ടുപോക്കോ, എൻ്റെ അമ്മയെ നിനക്ക് തരികയാണ്, ഇന്ന് കൊണ്ടുപോകുന്ന രസമായിട്ട് കർത്താവ് പറയുന്നു. പടയുമ്പോൾ പോലും ആ ഉത്തരവാദിത്വത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി, ദൈവിക കർമ്മങ്ങൾ പൂർത്തിയാക്കി. അപ്പം ഈ ഭൂമിയിൽ ചെയ്യേണ്ടുന്നതെല്ലാം ചെയ്ത് ദൈവത്തോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കി സന്തോഷത്തോടെ മനുഷ്യകരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിലേക്ക് അർപ്പിതമാകുന്ന ജീവൻ്റെ ത്യാഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇനി ഒരിക്കലും തൻ്റെ ആത്മാവ് മനുഷ്യകരങ്ങളിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന യാഥാർത്ഥ്യം. ഇതിനല്ലേ പല പ്രവാചകന്മാരും പല ദൈവദാസന്മാരും പണിപ്പെട്ടത്? ശരിയല്ലേ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നിന്നെ കത്തിച്ച് കളയണമെന്ന് പറയുമ്പോൾ പോലും അവർ പറഞ്ഞു എന്താ? എന്ത് ചെയ്താലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കില്ല. എന്ത് ചെയ്താലും കത്തിച്ചാലും കുഴപ്പമില്ല, 10 മടങ്ങ് തീയാക്കിയിട്ട് അവർ നിന്നെയൊക്കെ കത്തിച്ച് കളയോടെ എന്ന് പറയുമ്പോൾ നട്ടെല്ലുറപ്പോടെ ചങ്കുറപ്പോടെ നിന്ന് പറയുകയാണ്, രാജാവ് ആ പണി ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ഇത് പറയണമെങ്കിൽ എന്തുണ്ടാകണം? ആത്മാവിനെ കുറിച്ചുള്ള ദാഹം അവർക്കുണ്ട്. ദൈവകരങ്ങൾ കൊടുക്കേണ്ടതാണ്. എടുത്ത് തീയിലിട്ടു, കൊണ്ടുപോയി ഇട്ടവൻ ചത്തു, പക്ഷേ ഇവൻ അതിനകത്ത് കിടന്ന് നൃത്തം ചെയ്യുകയാണ്, ദൈവദൂതനും കൂടെയുണ്ട്. ഇതാണ് നമ്മൾ ആത്മാവിനെ പരിപാലിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ കാവലുണ്ടാകും എന്ന ബോധ്യമുണ്ടാകണം. ദാനിയേൽ സിംഹക്കുഴിയിലാണ് വലിച്ചെറിഞ്ഞത്. രാജാവിന് വെപ്രാളമായിരുന്നു, പക്ഷേ അവൻ അവിടെ ഒരു പാട്ടും പാടിയിരിക്കുകയാണ്. സിംഹങ്ങൾ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് തൻ്റെ അടുക്കൽ തൊടാൻ പോലും പറ്റിയില്ല. കാരണം ഈ ആത്മാവിനെ തൊടാൻ കഴിയില്ല, ദൈവത്തിൻ്റെ മക്കളുടെ ആത്മാവിനെ തൊടാൻ കഴിയില്ല. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, 1 2 പേരുടെ അനുഭവമല്ല, ജീവിതാനുഭവമാണ്. അതല്ലേ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ അകത്തെ ആമത്തിലിട്ട് പൊട്ടുമ്പോഴും പൗലൂസും ശീലാസും ഒക്കെ ചങ്ങലയൊക്കെ കിലുക്കി പാടി ദൈവത്തെ സ്തുതിച്ചത്. അവർക്കറിയാം ഈ കാരാഗ്രഹ പ്രമാണിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഈ കാരാഗ്രഹത്തിന് അടച്ചിടാൻ പറ്റില്ല. പാട്ട് പാടുമ്പോൾ കാരാഗ്രഹം തുറന്നു പോവുകയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അവർ പൂട്ടിയിടാൻ ശ്രമിച്ചത്. അപ്പം ഇവിടെ യേശു തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ അർപ്പിക്കുകയാണ്. മൂന്നാമതായി സമ്പൂർണ്ണ വിധേയത്വവും സമർപ്പണവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ക്രൂശ് മരണം അവസാനത്തെ വാക്കല്ല, 3-ാം നാൾ സംഭവിക്കാനിരിക്കുന്ന വലിയ അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. കർത്താവിനറിയാം, എന്നെ അടക്കി വയ്ക്കുവാൻ റോമാ ഭരണകൂടത്തിന് കഴിയില്ല, പീലാത്തോസിൻ്റെ മുദ്രയ്ക്ക് കഴിയില്ല. ഞാൻ പുറത്തു വരും എന്ന ബോധ്യം യേശുവിനുണ്ട്. കർത്താവ് ധൈര്യപൂർവം ആത്മസമർപ്പണം ചെയ്ത തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ തലചായ്ക്കുന്ന അനുഭവം. നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തിന് മുമ്പിൽ ഭൂമി പോലും തൊടാൻ സമയം കൊടുത്തില്ല. ചില അടിയൊക്കെ നടത്തുമ്പോൾ ഞാനിപ്പോൾ തകർത്ത് കളഞ്ഞായിരുന്നു, പക്ഷേ അവരെന്നെ തറയിൽ നിർത്തണ്ടേ എന്ന് ചോദിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ യേശുവിനെ ഇതാ ഒരു കൊലമരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ഭീതിതമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിസ്സാരമല്ല ഇത്. നമുക്ക് പറയാം, ക്രൂശീകരണമൊക്കെ ഇങ്ങനെ ചുമ്മാ പറയാം, പക്ഷേ ഒരു മനുഷ്യൻ ഇഞ്ചിഞ്ചായി പിടയുമ്പോഴാണ് ഈ വാക്കുകൾ നമുക്ക് നൽകിയത്. അവസാന നിമിഷം പോലും പറയേണ്ടതെല്ലാം പറഞ്ഞ്, ജനത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത്, ക്ഷമയുടെ പാഠം പഠിപ്പിച്ച്, തൻ്റെ അമ്മയെ, ആ സഹോദരനെ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, അരിമ ശിഷ്യനായ യോഹന്നാന് ഏൽപ്പിച്ച് എല്ലാ തൻ്റെ പ്രവർത്തനങ്ങളും നിവൃത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞ്, പിതാവേ നീ തന്ന ആത്മാവിനെ ഇതാ നിൻ്റെ കരങ്ങളിൽ നൽകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ വെടിയുന്ന ക്രിസ്തുദേവൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കർത്താവ് മരിച്ചത് നമുക്ക് വേണ്ടിയും കൂടിയാണ്. യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിനായി മരണമടഞ്ഞ, സ്വജീവൻ തൃണവൽഗണിച്ച, സ്വന്തം ജീവൻ പോലും മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്തതാണ്. ഇനി വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവരായി തീരരുത്. ഇന്ന് നമ്മൾ ക്രൂശിച്ചിട്ട് വീട്ടിൽ പോവുകയാണ്. ഇനി നമ്മൾ
പഴയ പണിയിലേക്ക് വീണ്ടും ക്രൂശിക്കുന്നവരായി തീരരുത്. ഇത് കഴിഞ്ഞു, ഇനി അടുത്ത വർഷം വന്ന് വീണ്ടും ക്രൂശിക്കാമെന്ന ചിന്തയല്ല. കർത്താവ്, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. ഈ മൊഴികൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തും? എന്താണ് നീ എന്നോട് ഇതിലൂടെ സംസാരിച്ചത്? ഒരു മാറ്റം. ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനമാണ് ഈ മൊഴികൾ നമുക്ക് നൽകുന്നത്. നാം കേട്ട മൊഴികളിലെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതാണ്. ദൈവപുത്രന്റെ മരണമുഹൂർത്തത്തിൽ നമ്മൾ കാണുന്നത് എന്താ? വളരെ പ്രകൃതി തന്നെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ദേവാലയത്തിന്റെ തിരശ്ശീല ഡ്ര എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടു, രണ്ടായി ചിന്തിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന അന്ധതകൾ മാറി, പുരോഹിതനും ജനവും എന്നുള്ള ആ വ്യത്യാസങ്ങൾ മാറി. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. വല്ലാത്തൊരു മാറ്റം, അവിടെ വലിയ കൊടിയ മാറ്റമുണ്ടാകുകയാണ്. ഇത് കാരണം എന്താ? ഇത് ആത്മസമർപ്പണത്തിൻ്റെ അമൃതഭാവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധയോടെ തൻ്റെ ആത്മാവിനെ നൽകുമ്പോൾ വല്ല പ്രകൃതി ചലിക്കും നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇത് ഒരാളുടെ ആത്മാവല്ല കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ ഓമനകുമാരൻ, പ്രകൃതിയിൽ ലയിച്ചു നിന്നവൻ, പ്രകൃതിയുടെ ജീവദാതായവൻ ഇതാ തൻ്റെ ആത്മാവിനെ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുന്ന ആ മരണമുഹൂർത്തം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള ആഹ്വാനമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. ഒന്നാമത് നമുക്ക് കിട്ടുന്നത് ക്ഷമയുടേതാണ്. രണ്ടാമത്തെ മൊഴി രക്ഷയുടേതാണ്. മൂന്നാമത്തെ മൊഴി സ്നേഹബന്ധത്തിൻ്റെതാണ്. നാലാമത്തെ മൊഴി തീവ്ര ശാരീരിക മാനസിക വ്യഥയുടേതാണ്. അഞ്ചാമത്തെ മൊഴി കഷ്ടതയുടേതാണ്. ആറാമത്തെ മൊഴി സംതൃപ്തിയുടേതാണ്. ഏഴാമത്തെ മൊഴി പ്രത്യാശപൂർണമായ സമർപ്പണത്തിൻ്റെതാണ്. വിജയശ്രീലാളിതനായി ക്രിസ്തു കടമകൾ പൂർത്തിയാക്കി സ്വഭവനത്തിലേക്ക് മടങ്ങിയ കാഴ്ച നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുമെന്നതിന് തർക്കമില്ല. ഈ കർത്താവിൻ്റെ തിരുസവിധത്തിലേക്ക് നമുക്ക് അടുത്തു വരാമോ? ഈ ക്രൂശിത രൂപത്തെ കാണുവാൻ നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കാം. അവനെന്തോ നമ്മോട് പറയുവാനായിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ കർത്താവിന് നമ്മോട് മന്ത്രിപ്പാനുണ്ട്. അത് കേൾക്കുവാൻ കാതുകൾ നമുക്ക് തുറന്നു വയ്ക്കാം. യേശുവേ, എന്നോട് നീ സംസാരിക്കണമേ. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, എന്നോട് നീ മന്ത്രിക്കണമേ. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയില്ലാത്ത, കർത്താവ് സംതൃപ്തിയില്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ്, ഇനിയും നിവർത്തിയാക്കുവാൻ ഏറെയുണ്ട്. മക്കളെ കരുതുവാൻ കർത്താവെ ബോധമില്ലാതെ, കർത്താവെ അമ്മയപ്പന്മാരെ കാണുവാൻ കണ്ണില്ലാത്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അനുഭവങ്ങൾക്ക് ഭേദം വരുത്തുവാൻ ഈ മൊഴികൾ ഞങ്ങളെ പഠിപ്പിച്ചു. ക്ഷമയുടെ ഭാവമില്ലാതെ കർത്താവെ വീണ്ടും വീണ്ടും ക്ഷമാ പാഠങ്ങൾ മാത്രം പറഞ്ഞ് ജീവിതത്തിൽ ക്ഷമയുടെ ശീലമില്ലാത്തവരായി മാറിപ്പോയിട്ടുണ്ട്. എന്നോട് അങ്ങ് മന്ത്രിക്കുന്നത് സ്വീകരിപ്പാൻ കർത്താവെ എന്നെ വിനയപ്പെടുത്തുന്നു. നാഥ, എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിക്കണമേ. രക്ഷ അങ്ങിൽ നിന്ന് വരുന്നല്ല കർത്താവേ. തീവ്രമായ മാനസിക വ്യഥയുടെ മധ്യത്തിലും ഞങ്ങൾക്ക് വേണ്ടി സ്നേഹബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന അരുമനാഥൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചതുപോലെ കർത്താവേ, ഞങ്ങളും അനേകർക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരായി തിരുവാൻ കൃപേകണമേ എന്ന് ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് എന്നോട് എന്താണ് മന്ത്രിക്കുന്നത്? ഒരു നിമിഷം കണ്ണുകളടച്ച് ആ ക്രൂശിത രൂപത്തിലേക്ക് മാത്രം നോക്കാം. നമുക്ക് വേണ്ടി യേശുവിൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. ആണിപ്പഴുതേറ്റ കരങ്ങൾ നമുക്ക് നോക്കാം. നാം ചെയ്തു പോയ കരങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ, കാലുകളിലേറ്റ ആണിപ്പാടുകൾ നമുക്ക് ഓർക്കാമോ? നാം നടന്നെടുത്ത പാപവഴികൾ, തെറ്റായ ജീവിതചര്യകൾ, നാം ചിന്തിച്ചു കൂട്ടിയതാ മറ്റുള്ളവരെ ദ്രോഹിച്ച അനുഭവങ്ങൾ, ക്ഷമയുടെ പാഠങ്ങളില്ലാത്ത അനുഭവങ്ങൾ. കർത്താവേ, അതിനായി അങ്ങയുടെ തിരുശിരസിൽ മുൾമുടി ചൂടപ്പെട്ടു. ശരീരമാസകലം വിണ്ടുകീറി ചട്ടവാറുകൊണ്ട് ആഞ്ഞടിച്ചു. ഒരു തുള്ളി കർത്താവ് രക്തം പോലും ബാക്കിയില്ലാതെ ഓരോ തുള്ളിച്ചോരയും നിനക്കായി യേശു ഊറ്റി നൽകി. നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ അങ്ങേ കഴിയുമല്ലോ. അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധി ചെയ്യണമേ. കർത്താവേ, എന്നെ നീ ശുദ്ധി ചെയ്യണമേ. കർത്താവിനോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവ് നമ്മുടെ ചാരത്തുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സമർപ്പണത്തിനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ക്രൂശിനെ കണ്ടു മടങ്ങുന്നവരായിട്ടല്ല, യേശുവിൻ്റെ മുമ്പാകെ കർത്താവേ, ഇനി ഞാൻ യേശുവിനെ ക്രൂശിക്കുന്നവരായിട്ടല്ല, ക്രൂശിൽ ആണിയടിക്കുന്നവനായിട്ടല്ല എൻ്റെ ജീവിതം ഞാനിത് നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു.
ശ്രീലാളിതനായ ഒരു യോദ്ധാവിനെ പോലെ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവ് നീ എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? കർത്താവ് നമ്മെ മാടി വിളിക്കുന്നു. ഹൃദയം തുറന്നു തരുമോ? നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവായി, എൻ്റെ രക്ഷകനായി, എൻ്റെ സുഹൃത്തായി, വഴികാട്ടിയായി യേശുവേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് എന്ന് പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ, ദൈവത്തിൻ പുത്ര നീ സാധുവേ സ്നേഹിച്ചു. ദൈവത്തിൻ പുത്ര നീ സാധുവേ സ്നേഹിച്ചു. ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാർത്ഥമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എൻ്റെ പാപങ്ങൾ മാറ്റി ശുദ്ധീകരിക്കണമേ. ഹൃദയം ശുദ്ധമായി ആലയത്തുനിന്ന് മടങ്ങിപ്പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കുള്ളവനായി, അങ്ങേക്കുള്ളവളായി കർത്താവേ, ഞാൻ ഈ നിമിഷം മാറുകയാണ്. നിന്റെ പൈതലായി ഞാൻ ജീവിക്കും. നിന്റെ പൈതലായി ജീവിക്കും. ക്രൂശിൽ പിടഞ്ഞ് മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു നാഥ, എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ക്രൂശിലൂടെ ആഴമായി ഞങ്ങൾ സ്നേഹിച്ച ദയക്കായി സ്തോത്രം ചെയ്യും. അങ്ങയുടെ ത്യാഗം ഞങ്ങൾ ഓർക്കുകയായിരുന്നു കർത്താവേ. അങ്ങ് മൊഴിഞ്ഞ കർത്താവെ മൊഴിമുത്തുകൾ ഞങ്ങൾ ധ്യാനിക്കായിരുന്നു അപ്പാച്ച. എന്ന് മാത്രം ത്യാഗം ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചു കർത്താവെ. പിടയുമ്പോഴും ഞങ്ങൾ വീണ്ടും ഓർത്തു കർത്താവെ, ഞങ്ങളുടെ ദൈന്യതകൾ ഓർത്തു, ഞങ്ങളുടെ വേദനകൾ ഓർത്തു, ഞങ്ങളുടെ കഷ്ടതകൾ ഓർത്തു. ഞങ്ങൾക്കായി മൊഴിഞ്ഞ മുത്തുകൾ കർത്താവെ ഞങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ സാമീപ്യം ഞങ്ങളോട് കൂടെയായി കർത്താവെ. ആ മൊഴികളോടൊപ്പം കർത്താവെ ഞങ്ങളെയും അങ്ങ് സ്വീകരിച്ചതിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി മൊഴിഞ്ഞ മുത്തുകൾ കർത്താവെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവുള്ളവരായി ഞങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഞങ്ങളെ ശക്തീകരിച്ചു കൊള്ളണമേ അരുമനാഥ. തെറ്റിപ്പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ക്രൂശിൻ്റെ ചുവട്ടിൽ മാത്രം ഞങ്ങളായിരിക്കാൻ, ക്രൂശിൻ്റെ നിഴലിൽ ഞങ്ങളായിരിക്കാൻ അങ്ങ് കൃപേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും യേശു അപ്പച്ചൻ തൊട്ടതിനായിട്ട് നന്ദി കർത്താവെ. രോഗാവസ്ഥകളിൽ കടന്നു വന്നവരെ അങ്ങ് രോഗാവസ്ഥകൾ മാറ്റി സൗഖ്യത്തോടെ പറഞ്ഞേക്കാൻ സ്തോത്രം ചെയ്തു. സമാധാനത്തോടെ നിന്റെ മക്കളെ പറഞ്ഞേക്കണമേ. രോഗങ്ങളും ഭാരങ്ങളും കഷ്ടതകളും ജീവിതത്തിലെ ദൈന്യതകളും അകറ്റി സമാധാനത്തോടെ നിമിഷം യേശു നിന്റെ മക്കളെ തൊട്ടയക്കാൻ സ്തോത്രം. അങ്ങിടാണി പഴുതേറ്റ് കരത്തു നിന്ന് ഒരു തുള്ളി രക്തം കർത്താവെ ശിരസിന്മേൽ നിന്റെ മക്കളുടെ ശിരസിന്മേൽ ഒഴുക്കിയാൽ നന്ദി കർത്താവെ. ഞങ്ങളെല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞേക്കാൻ നന്ദി. ഞങ്ങൾ കർത്താവ് നിവൃത്തിയായി സന്തോഷത്തോടെ മടങ്ങട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലയിടേനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ.
അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാണ് യഹോവയെ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ.